ഇന്നത്തെ ടോപ്പിക്കും സാഹചര്യവും നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമല്ല. ബിക്കോസ് ബോഡി കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നാരായണദാസിനായാലും നമ്മളെല്ലാവരും ചൂട് കൊണ്ടും കറണ്ടില്ല, വെള്ളമില്ല, എല്ലാത്തിനും ഒരു കാരണം കാണും. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് കോസ് ആൻഡ് ഡെസ്റ്റിനി. ഇപ്പം ഭയം എന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്കും ചിലപ്പം എല്ലാ പ്രാവശ്യവും സന്തോഷം വരണമെന്നില്ല, ദുഃഖവും വരും. ആ സമയത്ത് നമ്മളിങ്ങനെ അത് പ്രവർത്തിക്കുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് എ ടെസ്റ്റ് അല്ലേ? നമ്മുടെ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് ടെസ്റ്റ് വന്നതുപോലെ. ഒരു ചെറിയൊരു കഥ പറയാം. ഒരിക്കലും ഒരു ഹണ്ടർ ഉണ്ടായിരുന്നു. ആ ഹണ്ടർ ഒരു മൗണ്ടനിൽ ആ സൈഡിൽ പോയിട്ട് ഒരു ബേർഡിനെ പിടിച്ചുകൊണ്ട് വരും. പിടിച്ചു വന്നതിനെ കേജിലാക്കും. കേജിലാക്കി കഴിയുമ്പം ഈ ഹണ്ടറിന് ശ്രദ്ധിക്കുകയാണ്, ആ ബേർഡ് ഭയങ്കര സാഡാണ്, ഭയങ്കര ദുഃഖമായിരിക്കുകയാണ് ഇപ്പോഴും. അപ്പം പിന്നെ ചോദിക്കും, എന്ത് പറ്റി നീ എന്തിനാ ദുഃഖമായിരിക്കുന്നത്, വാട്ട് ഇസ് ദ റീസൺ? പക്ഷെ ഒന്നും കൂടുതൽ പറയത്തില്ല. പക്ഷെ മനസ്സിലായി അദ്ദേഹം ഹാപ്പിയല്ല. അപ്പോൾ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം വേണമെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനോട് പോയി അറിയിക്കാം. ഏത് മൗണ്ടനിൽ നിന്നാണ്, ആ താഴ്വാരത്തിൽ നിന്നാണ് നിന്നെ പിടിച്ചുകൊണ്ട് വന്നത്, അവിടെ പോയി നിൻ്റെ ഫ്രണ്ട്സിനെ പോയി ഈ കാര്യങ്ങളൊക്കെ പറയാം. മേ ബി പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിടത്തില്ല. മേ ബി അവർ പറയുന്ന സന്ദേശം നിനക്ക് തരാം, അത് കേട്ടിട്ടില്ലെങ്കിൽ നീ ഹാപ്പി ആയാലോ. അപ്പോൾ അവിടെ ആ കാട്ടിൽ പോവാണ്. അപ്പോൾ അതേ ആ പാരറ്റിൻ്റെ അതേ ബ്രീഡിലുള്ള വേറെ ബേർഡ്സിനെ കാണും. അവരുടെ അടുത്തൊക്കെ പറയും, പിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പറയണോ. ഇത് കേൾക്കും കുറേ പേർ അയ്യോ വിഷമിച്ചിരിക്കും, എൻ്റെ കൂട്ടുകാരനെ കൊണ്ടോ, അവൻ എന്ത് ദുഃഖമാണോ അതാണോ, അങ്ങനെ കുറേ പാരറ്റ്സ് അങ്ങനെ പറയും. ഒരു പാരറ്റിന് ഒരു സൈഡിൽ ട്രീനെ അവിടെ കാണുമ്പോൾ ഈ ഹണ്ടർ ഈ കാര്യം പറയുന്നതും ആ പാരറ്റ് മരത്തിൽ നിന്ന് തപ്പോന്ന് പറഞ്ഞ് താഴെ വീഴും. അപ്പം ഇത് കണ്ട് ആ പാരറ്റിനാകെ ആ ഹണ്ടർ, അതായത് ഹണ്ടറിന് ഇങ്ങനെ എന്താ മലയാളത്തിൽ പറയുന്നത്, വേട്ടക്കാരന് ഒരു ഭയങ്കര വിഷമമല്ല, ഇത് ചിലപ്പോൾ അതിൻ്റെ ഇണയായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത് അവൻ മരിച്ചു പോയത് കൊണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അതിന് ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം വന്നത് കൊണ്ടാവാം മോളിൽ നിന്ന് താഴെ വീണത്. അപ്പോൾ ഇതെല്ലാം ഈ ഇൻസിഡൻസ് എല്ലാം മെമ്മറിയിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് ആ പാരറ്റിനടുത്ത് നോക്കുമ്പോൾ ദുഃഖമായിരിക്കുന്ന പാരറ്റിനടുത്ത് പറയും ഓരോ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ. അവസാനം പറയും, നിൻ്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു, ആ ഫ്രണ്ട് ചെയ്ത പ്രവൃത്തി പറയും, നീ പറഞ്ഞതും അത് ആ മരത്തിന് താഴെ വീണു, ഹി ഡൈഡ്, താഴെ വീണു എന്ന് പറയും. ഇത് കേട്ട ഉടനെ ആ പാരറ്റ്, ആ കേജ് ഉണ്ടല്ലോ, വലിയൊരു കേജാണ്, അതും താഴെ വീഴും. അപ്പം ഈ ഹണ്ടർ ആകെ വിഷമിക്കും, അയ്യോ ചിലപ്പോൾ ആ ഇണ അതിൻ്റെ പാർട്ട്ണറായ മോളിൽ നിന്ന് താഴെ വീണ് അത് ചത്തുപോയി. ഇത് കേട്ട് ദുഃഖമായതുകൊണ്ടായിരിക്കും ഇത് മോളിൽ നിന്ന് കയറി താഴെ വീണത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. വാട്ട് ഹി ഡസ് ഇറ്റ്, ആ കേജ് ഓപ്പൺ ചെയ്യും, പാരറ്റിനെ എടുത്ത് പതുക്കെ വിടുന്നതും ആ പാരറ്റ് അങ്ങ് പറന്നു പോയിട്ട് തിരിച്ചു നോക്കും. ഹണ്ടറിൻ്റെ അടുത്ത് പറയും, എടാ മൂടാ, നീ നിൻ്റെ കാര്യങ്ങൾ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു, അവൻ ഇൻസിഡൻറ്റ് അനുകരിച്ച് കാണിക്കുമായിരുന്നു, അതായത് മോളിന് താഴെ വീണ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. അതിന് ആ ഒരു മെസ്സേജ് ഈ പാരറ്റ് കേജിനകത്ത് കിടന്ന് അവന് കിട്ടി. അത് വെച്ചിട്ട് അത് രക്ഷപ്പെട്ടുപോയി. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ പുരാണങ്ങളിൽ കുറേ കഥകളുണ്ട്. ഈ കഥകളിൽ ഒരു മെസ്സേജുണ്ട്. നമ്മളെല്ലാവരും കഥകൾ മാത്രമാണ് കേൾക്കുന്നത്. ഈ മെസ്സേജ് നമ്മൾ എടുക്കാറില്ല. ഈ മെസ്സേജ് നമ്മൾ എടുത്താൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അതിന് ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിരുന്നു ഇത് പറഞ്ഞത്. പാർവതി പഞ്ചകം എന്ന് പറയുന്നത് ഒരു ശങ്കരാചാര്യാണ് പറയുന്നത്, എഴുതിയത് ആ ശ്ലോകം എന്ന് പറയും. പക്ഷെ ഞാനത് വായിക്കാൻ ഇങ്ങനെ പഠിക്കാൻ നാരായണദാസ് ശ്രമിച്ചപ്പം അതിനകത്ത് ആക്ച്വലി പാർവതിയെക്കുറിച്ചല്ല കൂടുതൽ പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് പറഞ്ഞു പോകണമെങ്കിൽ വെറുതെ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ അതിൻ്റെ എസെൻസ് ഉണ്ട്. ബിക്കോസ്
അത് പറയുന്നത് പാർവതി വേറെ ആരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് പറയണമെങ്കിൽ ആ തത്വത്തിനെ കുറിച്ച് പറയണം. തത്വത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാനത് ഐ ആം നോട്ട് ദി കറക്റ്റ് പേഴ്സൺ. പക്ഷേ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഇതൊരു ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ചെങ്കിലും, അപ്പം ഞാനത് അല്ലാതെ കുറേ സാഹചര്യങ്ങൾ പോകുമ്പോൾ ഐ വാസ് അൺഹാപ്പി. ഇപ്പം ഞാൻ തന്നെ ഈ ടോപ്പിക്ക് ചെയ്യണോ വേണ്ടേ, അത് ചെയ്യണോ, ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. ഗുരുജിയുടെ സംസാരിച്ചു. അപ്പം എനിക്കതിൻ്റെ ആ ഉപദേശങ്ങൾ തന്നു. പിന്നെ വായിച്ച സാധനം തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഞാൻ എൻ്റെ LKG തൊട്ട് കേൾക്കുന്നൊരു സാധനമാണ്. പക്ഷേ മീനിങ് LKG തൊട്ട് പിന്നെ അത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് ചെന്നൈ വെച്ചായിരുന്നു. യഥാർത്ഥത്തിൽ പഠിക്കാൻ ശ്രമിച്ച് പിന്നെ കുറേ വർഷം, എനിക്കൊന്ന് 5-6 വർഷം കഴിഞ്ഞ് അതിൻ്റെ എസൻസ് മനസ്സിലായി. പിന്നെയും അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടോപ്പിക്. അതെന്ന് പറയുന്നത് ദേവി തത്വമാണ്, അതായത് ബ്രഹ്മവിദ്യ തന്നെ. അപ്പോൾ ആ ബ്രഹ്മവിദ്യ നമ്മളത് മനസ്സിലായാൽ മാത്രമേ ഈ പാർവതി പഞ്ചകം എന്താണെന്ന് ആ ശ്ലോകത്തിൻ്റെ എസൻസ് മനസ്സിലാവുള്ളൂ. അപ്പം സാധാരണ നമ്മളിപ്പം ഹരിച്ചേട്ടൻ പറയുന്ന പോലെ ആയാലും നാരായണദാസ് ഇവിടെ പറയുന്നതാണ്, നമ്മളൊരു ഏതെങ്കിലും ഒരു ദോഹ പറഞ്ഞ് അവർ പറഞ്ഞു പോയി അതിനൊരു എസൻസാണ്. ഇവിടെ പറയണമെങ്കിൽ ഈ ടോപ്പിക്കിൽ ഐ എം നോട്ട് ക്വാളിഫൈഡ്, പക്ഷേ എനിക്കറിയാവുന്നതും എന്താണ് വായിച്ചതും കേട്ടതും വെച്ച് ആ ദേവി മഹാത്മ്യം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആ ജഗദംബയ്ക്കും ഗുരുവിനും എന്താ പറയുക നമസ്കാരം പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കറിഞ്ഞൂടാ ഇത് ഇത്ര ശരിയാവില്ല, ബിക്കോസ് ഞാനിത് എൻ്റെ രീതിയിലാണ് ഈ കുറച്ച് സമയം കൊണ്ട് പറയാൻ ശ്രമിക്കും. ബിക്കോസ് ഞാൻ നോക്കിയപ്പോൾ ആ പാർവതി പഞ്ചകത്തിലെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കുറേ പ്രാവശ്യം വായിച്ചപ്പോൾ അതിനകത്ത് എസൻസ് വേറെ എന്തോ ആണ്. അപ്പം എല്ലാം ആ ദേവിക്കും ആ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ ഒരു ഭാഗമാണ് ദേവി മഹാത്മ്യം, അല്ലെങ്കിൽ അതിനെ മഹാത്മ്യം എന്ന് അതിന് പറയുന്നത്. ദുർഗാ സപ്തശതി എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ വെസ്റ്റിൽ ബംഗാളിൽ പോയാൽ ചണ്ഡി സപ്തശതി എന്ന് പറയാറുണ്ട്. ബിക്കോസ് ഓഫ് 700 ശ്ലോകാസ് ദാറ്റ് ഇറ്റ് ഹാസ് കോൾഡ് ചണ്ഡി സപ്തശതി. മാർക്കണ്ഡേയ പുരാണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്റ്റാർട്ടിങ് പറയുന്നത്, ശിഷ്യന്മാരെ ഞാൻ നിങ്ങളെ ആ പർട്ടിക്കുലർ മന്വന്തറിൽ, ആ ഒരു മന്വന്തരത്തിൽ ജനിക്കാൻ പോകുന്ന മനുവിനെ കുറിച്ചാണ്, അതായത് ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് പറയാൻ തുടങ്ങുന്ന ഫുള്ള് ദേവിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മനുവിനെ കുറിച്ച് പറയാൻ നമുക്കത് അവസാനം നമുക്ക് മനസ്സിലാവും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രാജാവിൻ്റെ പേരെന്ന് പറയുന്നത് സുരഥ. അദ്ദേഹം ആകെ അവശനായി ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. കാട്ടിലോട്ട് പോവുക. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ രാജ്യം നശിച്ചുപോയി. അദ്ദേഹത്തിന് അവിടെ എനിമീസ് വന്ന് അറ്റാക്ക് ചെയ്തു, സമ്പത്തുകളെല്ലാം എടുത്തു, ഒന്നുമില്ല. പക്ഷെ ഉള്ള സമ്പത്തുകളെല്ലാം വേറെ എനിമീസ് അറ്റാക്ക് ചെയ്ത് വെച്ചേക്കുക. ആ ദുഃഖത്തിലാണ് അയാൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളും കൂടെ അദ്ദേഹം കണ്ടുമുട്ടും. സമാധി എന്ന് പറയുന്ന ഒരു വ്യാപാരിയായിരുന്നു. ആ വ്യാപാരി എന്ന് മെർച്ചൻറ്റ്, ഈ കച്ചവടക്കാരൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഭാര്യയും മക്കളും കസിൻസും എല്ലാം കൂടെ അയാളെ വീട്ടിൽ നിന്ന് വെളിയിറക്കി വിട്ടു. പക്ഷെ അദ്ദേഹത്തിന് വെളിയിറക്കുന്നതല്ല വിഷം, അവരുടെ കൂടെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ബന്ധുക്കളുടെ കൂടെ. അത് ഇപ്പോഴും ആലോചിച്ച് വിഷമിക്കുക. അതായത് നമ്മളിപ്പം ഇത് കാണാറുണ്ടല്ലോ, നമ്മളെ കുറ്റങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും നമുക്കൊരു അറ്റാച്ച്മെൻ്റ്, ഒരു മമത കാണും ആ പർട്ടിക്കുലർ നമ്മുടെ ബന്ധുക്കളുടെ. മക്കളും അമ്മമാരൊക്കെയാണ് മക്കൾ എന്താ പറയുക ഇപ്പോഴത്തെ സമയത്തൊക്കെ ചവിട്ടിയാലും എന്തെങ്കിലും ചെയ്താലും സ്നേഹം അവരുടെ കൂടെ എപ്പോഴും കാണും. ഇദ്ദേഹത്തിന് അതേപോലെ ആ ഒരു മമത ഉണ്ടായിരുന്നു. പക്ഷെ ഇറക്കി വിട്ടിട്ടും അയാൾ ആ പിള്ളേരെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് ഈസ് ഗോയിങ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. ദാറ്റ് ടൈം ഹി വിൽ മീറ്റ് ദിസ് കിങ് ഓൾസോ. അപ്പോൾ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടല്ലേ, ആ ഒരു ഇതിൽ രണ്ടുപേരും അവരുടെ ദുഃഖം പങ്കെടുക്കുകയാണ്. സുരഥനും സമാധിയും ഇവർ രണ്ടുപേരും പങ്കെടുക്കുകയാണ്. അവരെ അടുത്ത് രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അവർ ഒരു ആശ്രമത്തെ എത്തും. ഒരു സുമേധ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമമാണ്. മഹർഷിയല്ല, അദ്ദേഹം ഒരു ഗുരുവായിരുന്നു. ആ ഗുരുവിൻ്റെ അടുത്താണ് ഇവരെത്തുന്നത്. അവിടെ ആശ്രമത്തിൽ അവിടെ സത്സംഗം നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കും.
ഇവരവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവസാനം അറിയാമല്ലോ, ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകും. ഗുരുവിൻ്റെ അടുത്ത് പോയി അവരവരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറയും. ഒരാൾ പറയുന്നത് എന്താ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അല്ല എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എനിമീസ് ഹാസ് ടേക്കൺ. മറ്റേയാൾ എന്താ പറയുന്നത്, ഞാൻ ആരെയാണോ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുകൊണ്ടിരുന്നത്, ആരാണ് എനിക്കിതെല്ലാം തന്നത്, ആർക്കാണ് ഞാൻ വേണ്ടി എൻ്റെ ജീവിതം മൊത്തം കളഞ്ഞത്, അവരെന്നെ വെളിയിറക്കി. ഇത് നമ്മുടെ തന്നെ സിറ്റുവേഷനാണ് അല്ലേ, നമ്മുടെ വീട്ടിലുള്ള അതേ സിറ്റുവേഷനാണ്. വെളിയിലെങ്ങും പോകണ്ട. ഇത് അന്ന് പറഞ്ഞതാണ്, ഇത് ഇപ്പോഴും ആപ്ലിക്കബിളാണ്. അപ്പം ഇത് വന്നിട്ട് ഈ മഹർഷിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ആ സുരത്തിൻ്റെ അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതിനകത്ത് നമ്മൾ ഇത്രയും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വന്നതെന്ന് ആ സുരഥൻ ചോദിക്കുക മഹർഷിയുടെ അടുത്ത്. മഹർഷി, വൈ ഇറ്റ് ഹാസ് ഹാപ്പൻ ടു മീ. അതായത് നമ്മളെപ്പോലെ ജ്ഞാനിയുള്ള ആൾക്കാരാണ്, നമുക്കെല്ലാം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത് വന്നു, വൈ വി ആർ സഫറിങ് എന്ന് ചോദിക്കും. അപ്പോൾ ഋഷി ചോദിച്ചു, ജ്ഞാനിയോ, എന്ത് ജ്ഞാനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചു. ഇപ്പം ഈ പറഞ്ഞ ഈ രണ്ട് സിറ്റുവേഷൻസ് നമുക്കും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലേ. നമുക്ക് പഠിത്തവും PhD ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വി ആർ സ്റ്റിൽ സഫറിങ്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, നമ്മുടെ അഹങ്കാരം അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലേ. ഇത് തന്നെ എവിടെ നടന്നത്. അപ്പം ഋഷി ചോദിക്കും, ജ്ഞാനം ഈ പ്രകൃതിയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിക്ക് അറിയാം ഇങ്ങനെ ഫുഡ് തപ്പണമെന്ന്, ഇങ്ങനെ ഒരു ഇണയെ കാണണമെന്ന്, ഒരു ശത്രുക്കൾ വരുമ്പം ഇങ്ങനെ രക്ഷപ്പെടണമെന്ന് ആ ഒരു പൂച്ചക്കുട്ടിക്ക് അറിയാം, അല്ലെങ്കിൽ ജീവികൾക്കറിയാം. പിന്നെ ഏത് ജ്ഞാനമാണ് നിനക്ക് നീ പറയുന്നത് നിൻ്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. അത് അവർക്കൊരു കൊട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം ഇവർ നല്ലൊരു ശിഷ്യനും കൂടെ ആയിരുന്നു. ബിക്കോസ് ഇവർ പ്രോബ്ലം പറഞ്ഞ് അവർ പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല പറഞ്ഞത്, എനിക്ക് സമ്പത്ത് തിരിച്ച് വരണമെന്നോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സായിട്ട് എന്നെ തിരിച്ച് യോജിപ്പിക്കണമെന്നല്ല ഈ രണ്ടുപേരും പറഞ്ഞു. പിന്നെ ഇദ്ദേഹം ഉത്തരം തരുന്നതും ആ രീതിയിലും അല്ലായിരുന്നു. ഇദ്ദേഹം പറയും, നിങ്ങൾ ഇത് രണ്ടും സഫർ ചെയ്യുന്നത് ബിക്കോസ് ഓഫ് സംതിങ്, യു ആർ ബീങ് ഡില്യൂഡഡ്, നിങ്ങൾ രണ്ടുപേരും മായയിൽ പെട്ട് കിടക്കുവാണ്. ഈ മായയിൽ പെട്ട് കിടക്കുന്നത് മാത്രമല്ല, നിങ്ങളത് മായയിൽ നിന്ന് പെട്ട് കിടന്ന് മാറണമെങ്കിൽ ഈ മായയുടെ ബേസായ ആ മഹാമായയെ നിങ്ങൾ കണ്ടുപിടിക്കണം. ദെയർ ഇസ് സമ്മൺ എൽസ് ഹു ഇസ് കൺട്രോളിങ് ദിസ് മായ. അതിനെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയും. അപ്പോൾ അവിടെ ഗുരു തന്ന ഉത്തരവും ആ രീതിയിലായിരുന്നു. അല്ലാതെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നല്ല ഈ ഗുരു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗുരുക്കന്മാർ അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളൊക്കെ പോകുമ്പം ചോക്ലേറ്റ് വേണമെന്ന് ചോക്ലേറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ചോക്ലേറ്റ് വേണമെങ്കിൽ പറയും ചോക്ലേറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി പഠിക്കാൻ പറയും. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ ലെവൽ നോക്കി നമ്മുടെ ഗുരുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ഗിവ് ദാറ്റ് സെയിം ആൻസർ. പക്ഷെ ഞാൻ ആൻസർ വെറുതെ ഈ ബുക്ക് തൊട്ട് നോക്കിയപ്പോൾ ഇത് പണ്ട് വായിച്ചാണ്, പിന്നെയും വായിച്ചപ്പോൾ അതേ ഇതാണ്, ഡയറക്റ്റായിട്ട് പറയുന്നില്ല. സുമേധ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ നിനക്ക്, അദ്ദേഹത്തിന് ആ കഴിവുണ്ടായിരുന്നു, നിങ്ങളുടെ കിങ്ഡം തിരിച്ചു തരാം അല്ലെങ്കിൽ നിൻ്റെ ദുഃഖം മാറ്റിത്തരാം എന്ന് ആ ഗുരു പറഞ്ഞില്ല. പറഞ്ഞു, ഓക്കെ, ഐ വിൽ ടെൽ യു എ കഥ, ഐ വിൽ ടെൽ യു സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ലോങ് ബിഫോർ എന്ന് പറയും. ഇതിൻ്റെ മാർക്കണ്ഡേയ പുരാണത്തിൽ ഇതിനെ നമ്മൾ 700 ശ്ലോകമാണ്. അപ്പോൾ ഈ 700 ശ്ലോകമായതുകൊണ്ടാണ് ഇതിന് സപ്തശതി എന്നൊരു പേരും വന്നത്. നമ്മളിപ്പം സ്റ്റാർട്ടിങ്ങിൽ കേട്ട 2 പേരുണ്ടല്ലോ, സുരഥനും സമാധിയും, ഈ 2 പേരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഈ 2 പ്രശ്നക്കാരെ നമ്മൾ ഒരാളായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കുമോ, നമുക്ക് ഒരാളിനെ ഓർമ്മ വരും. 5000 വർഷം ഒരാൾക്ക് ഇതേ പ്രശ്നമായിരുന്നു. ആർക്കെങ്കിലും അറിയാം? 5000 വർഷം മുമ്പ് ഇത് ഈ 2 കോമ്പിനേഷൻ ഒരാൾക്കുണ്ടായിരുന്നു. അർജുനൻ ഇതേ പ്രശ്നമായിരുന്നു. തുടക്കത്തിലേ ഇതേ പ്രശ്നമായിരുന്നു. ഭഗവാൻ അർജുനന് പറഞ്ഞ ഉപദേശവും 700 ശ്ലോകാസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗീതോപനിഷത്ത് അല്ലെങ്കിൽ ഗീതയ്ക്ക് എന്താ പറയുക, ഉപദേശ സപ്തശതി എന്ന് പറയും ഇതിന്. പക്ഷേ ഇതാണെങ്കിൽ ഉപാസന സപ്തശക്തിയാണ്. ബിക്കോസ് വേറെ ഏത് ഗ്രന്ഥം എടുത്താലും ദേവി മഹാത്മ്യം അതേപോലെ ഹോമത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സുദർശന ആയാലും ഇതെല്ലാം താന്ത്രിക് ടെക്സ്റ്റിലാണ്. പരിചയം ചോദിച്ചാൽ അറിയാം. ഗണപതി ഹോമം ആയാലും സുദർശന ഹോമം ആയാലും വേറെ പ്രത്യേക ഹോമം, ഇതൊക്കെ താന്ത്രിക് ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ
ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ടേക്കൺ ആസ് ഫോർ ഹോമർ. അതേപോലെ ഒരു ചേഞ്ച് പോലും വരുത്താതെ ഇപ്പോഴും ആൾക്കാർ യൂസ്, അതാണ് ഇതിൻ്റെ ഒരു പെക്യുലറിറ്റി. ബിക്കോസ് ഇതിനകത്ത് കിടക്കുന്നത് ആത്മവിദ്യ കൂടാതെ സ്തോത്രങ്ങളും എന്താ പറയുക ബീജാക്ഷരങ്ങൾ എല്ലാം അതിനകത്തൊരു മിക്സ്ചറാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെറുതെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാർ, ബ്ലഡ് ഷെഡാണ് ഫുള്ള്. പക്ഷെ അതിന് കുറേ മീനിങ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിലോട്ട് പോവാം. ഇപ്പം ഇത് അപ്പം ഇത് ഇങ്ങനെ സുമേധ എടുത്ത് അപ്പം മഹർഷി കഥ പറയുകയാണ്. മഹർഷി പറയുന്ന കഥയെന്ന് പറയുന്നത് ഒരു കൽപ്പം തീർന്നിട്ട് അടുത്ത കൽപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം കൽപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു യുഗം ഉണ്ടല്ലോ, നമ്മൾ 4 യുഗങ്ങളെന്ന് പറയത്തില്ലേ. എനിക്കത് 100 യുഗം കഴിയുമ്പോഴാണ് ഒരു കൽപ്പം വരുന്നത്. അതിന് 71 കൽപ്പം അങ്ങനെ എനിക്ക് കറക്റ്റ് നമ്മുടെ മാത്തമാറ്റിക്സ് നമ്മൾ എടുക്കേണ്ട. ആ കൽപ്പം കഴിയുമ്പോൾ, അതായത് സൃഷ്ടി തീർന്ന് അടുത്ത സൃഷ്ടിയിലോട്ട് പോകുന്നൊരു സമയമുണ്ട്. ഗ്രേറ്റ് എന്താ പറയുക, പ്രളയം കഴിഞ്ഞിട്ട് തുടങ്ങുന്നൊരു സമയം. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ കോൺഷ്യസ്നെസ്, ആ ബോധം കിടക്കുകയാണ്, ഒന്നുമില്ല അതിനകത്ത്. മഹാവിഷ്ണു കാലത്തിൽ, അതായത് ടൈമിൽ ഹീസ് ജസ്റ്റ് സ്ലീപ്പിംഗ് ഇൻ നിദ്ര എന്ന് സ്ലീപ്പ്, യോഗ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. ഈ യോഗനിദ്രയിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന നമ്മൾ ഒരു പിക്ചറൈസ് ചെയ്താൽ മതി. അതായത് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അനന്ത പത്മനാഭൻ കിടക്കുന്ന പോലെ, വേറെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇല്ലാതെ ഭഗവാൻ വിഷ്ണു കിടക്കുവാണ്. അവിടെ പറയുന്നുണ്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു സൃഷ്ടിയുടെ ആരംഭം പറയുമ്പം ഒരു ത്രിഗുണങ്ങൾ ഉണ്ടാവും. എന്താ സത്വരജോ തമോ ഗുണം ഉണ്ടായി. പിന്നെ അവിടുന്ന്, അതായത് ഈ ശിവശക്തിയിലും പ്രകൃതിയിലും പുരുഷനും ഒരു സ്പന്ദനം ഉണ്ടായി, ത്രിഗുണങ്ങളും അത് കഴിഞ്ഞിട്ട് പഞ്ചമഹാഭൂതങ്ങൾ, അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഇവിടെ ആ സൃഷ്ടി ആരംഭിക്കുകയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ സീരിയലൊക്കെ കാണുന്ന നാഭിന്ന് ബ്രഹ്മാവ് വന്നു. ഓക്കെ, ബ്രഹ്മാവ് മുകളിൽ നിന്ന് വന്നു ഇരിക്കുകയാണ്. ബ്രഹ്മാവിനെ നമ്മൾ കാണാറുണ്ട്, അയ്യോ അദ്ദേഹം നോക്കുക ആരാണ് ഏതാണ് ഇവിടുന്ന് സ്റ്റാർട്ടിങ്. സോ നോക്കുമ്പോൾ താഴെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ കണ്ടു. കുറച്ച് സമയം കഴിഞ്ഞ് എന്തായി, മഹാവിഷ്ണുവിൻ്റെ ചെവിന്ന്, കർണത്തിൽ നിന്ന് പറയും, ഇന്ന് 2 രാക്ഷസന്മാരുടെ ഉത്ഭവം, അത് ഇയർ വാക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇയർ വാക്സിൽ നിന്ന് 2 ഡീമൻസ്, ഒരു രാക്ഷസന്മാരെ ഇറങ്ങും. മധു ആൻഡ് കൈഠവ, അതാണ് അവരുടെ പേര്, മധുവും കൈഠവനും. ഈ മധുവും കൈഠവൻ എന്താ, അവർക്ക് എന്താ റെസ്റ്റ്ലെസ്സാണ്. അവർ വന്നു കഴിഞ്ഞ ഉടനെ അവർക്ക് ഇരിക്കപ്പൊരുതിയില്ല. ഈ 2 പേരും നോക്കുക ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്ന ആ ബോധമാണെങ്കിൽ നമ്മൾ ആ സൃഷ്ടി ആരംഭിച്ച ആ ബ്രഹ്മാവിനെ സത്വഗുണമായിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ മധുവിനെയും കൈഠവനെയും രജവും തമോ ഗുണമാണ്. അതാണ് രജോ തമോ ഗുണം, റെസ്റ്റ്ലെസ്. ഏത് നേരം അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഇരിക്കപ്പൊരുതിയില്ല. അവർ വന്നപ്പോൾ തന്നെ അവർക്ക് വഴക്കുണ്ടാക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർക്ക് വഴക്കുണ്ടാക്കണം. ഇവർ മോളിൽ പോയി ആ എന്താ പറയുക, കമലത്തിൻ്റെ സ്റ്റോക്കിൽ മോളിൽ കയറി നോക്കുമ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിന് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സത്വഗുണമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു സാധകൻ്റെ മനസ്സ് സത്വഗുണം എന്തായാലും ഉണ്ടാവും, എവിടെയെങ്കിലും കാണും. എന്തെല്ലാം മോശമായാലും ഈ ബ്രാഹ്മണന് പോലും സത്വഗുണം ഉണ്ടായ ആവശ്യം അദ്ദേഹം ശിവനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സത്വഗുണം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് മനസ്സിലായി മഹാവിഷ്ണുവിനെ അല്ല പ്രാർത്ഥിച്ച്. അദ്ദേഹം നോക്കിയപ്പം ഈ മഹാവിഷ്ണുവിനെ ഇങ്ങനെ കിടത്തിയിരുന്ന ഒരാളുണ്ട്, ഏതോ ഒരു ശക്തിയുണ്ട്, അതിനെ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് അറിയത്തില്ല എന്താ. അപ്പം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സാധകനായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ വരാൻ തുടങ്ങി, ദർ ഈസ് വൺ ഡിവൈൻ ശക്തി ഇൻസൈഡ് ദ മഹാവിഷ്ണു ദാറ്റ് ഹാസ് ടു ബി ഇവോക്ഡ്. ആ ഇവോക്ക് ചെയ്യുന്ന ഒരു ശ്ലോകം, ഒരു സ്തുതിയുണ്ട്. അതായത് ഇതിനകത്ത് 4 സ്തുതികളുണ്ട് ദേവി മഹാത്മ്യം. അതിൻ്റെ പ്രഥമ സ്തുതിയാണ്. ആ സ്തുതി അദ്ദേഹം പറഞ്ഞ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ദേവിയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ദേവി അവിടെ ദേവി എന്ന് പറയുന്നില്ല, ആ മഹാമായെന്ന് അന്ന് പറഞ്ഞ ഒരു സ്തുതി അങ്ങ് തുടങ്ങും. അതായത് സറണ്ടർ ആയിട്ട് നമ്മളെ രക്ഷിക്കണം, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം ഇതിനകത്ത് ഈ സ്തുതിനെ 2-3 വാക്ക് പറയാം. അതായത് ഓം വിശ്വേശ്വരി ജഗദ്ധാത്രി സ്ഥിത സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോർതുലാം തേജസാം പ്രഭു ത്വം സ്വാഹ ത്വം സദാ ത്വം ഹി വഷ്ടകാര സ്വരാത്മിക
സുധാത്വമക്ഷരേ നിത്യം ത്രിധാത്മാത്രാത്മികാ സ്ഥിത അർദ്ധമാത്രാ സ്ഥിത നിത്യ യാനുശ്ചാരി വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പര. ഇപ്പം ത്വം സ്വാഹ, ത്വം സ്വധ, ഈ രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മളിപ്പം യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണ്ടത്തെ ബ്രാഹ്മണന്മാർ സ്വാഹ ദേവിയെ കൊടുത്തിട്ട് അവിടെ അർപ്പിക്കുകയാണ് ചെയ്യണം. സ്വധ എന്ന് പറയുമ്പം നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആഹുതികളുണ്ട്, അതായത് ഇറ്റ്സ് എ ഓഫറിങ്. ഇപ്പം ആരൊക്കെ ആ സത്വഗുണം, വാട്ട് ഹീ സേയിങ് ഇസ് യു ആർ അറിയാം ഒരു അതായത് വിശ്വരൂപം പോലെ പറയുകയാണ്, ദേവി നിങ്ങൾക്ക് നീ തന്നെയാണ് സ്വാഹ. യജ്ഞത്തിൽ കൊടുക്കുന്ന സ്വാഹവും താങ്കളാണ്, ആ ആൻസിസ്റ്റേഴ്സിന് കൊടുക്കുന്ന ആ ആഹുതിയും താങ്കളാണ്, ഈ പറയുന്ന മന്ത്രവും സ്വരങ്ങൾ സ്വരാത്മിക ആ മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രവും താങ്കളാണ്. സത്യം പറഞ്ഞാൽ ആ സത്വഗുണത്തിന് എന്തായിട്ട് അങ്ങോട്ട് സമർപ്പിക്കാൻ പറ്റുന്നത്? ഹി ഹിംസെൽഫ് സ്റ്റേറ്റ്സ് ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് യു, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ദാറ്റ് ഐ ക്യാൻ ഓഫർ ടു യു, ഓ ജഗന്മാത മഹാമായ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആ അകത്ത് നോക്കി ആ ബ്രഹ്മാവിനെ നമ്മൾ സത്വഗുണമായിട്ട് കൺസിഡർ ചെയ്താൽ ആ സത്വഗുണം സറണ്ടർ ചെയ്ത് ദേവിയെ പ്രാർത്ഥിക്കും. ഇത് രാത്രി സൂക്തം എന്നാണ് അതിനകത്ത് പറയുന്നത്. സൂക്തങ്ങൾ യൂഷ്വലി വേദങ്ങളിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ രാത്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ ആലോചിക്കുന്നത്, സൃഷ്ടി ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഘോര രാത്രിയാണ്, നവരാത്രിയാണ്. അപ്പോൾ ആ രാത്രി സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് സാധനാ സമയം എന്ന് പറയുമ്പോൾ തന്നെ രാത്രി ചെയ്ത നല്ല പ്രശ്നങ്ങൾ കൂടുതലുള്ള സമയത്താണ്. അപ്പോഴാണല്ലോ വിളിക്കണ്ടേ. ആ സമയത്ത് ഇദ്ദേഹം വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ദേവി ആ മഹാവിഷ്ണുവിൻ്റെ എൻറ്റയർ ബോഡി മാറും. ഇതൊരു ഏറ്റവും വലിയ അതിശയം എന്ന് പറയും. ഇതിനകത്ത് ദേവിയുടെ പ്രസൻസ് കാണിക്കുന്നില്ല ഈ ചാപ്റ്ററിൽ. ഇതിന് 3 ചാപ്റ്ററായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് ദ മഹാകാളി, അതാണ് അധ്യായത്തിൽ അതിൻ്റെ ദേവി. സെക്കൻഡ് ഇസ് മഹാലക്ഷ്മി, ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള മധ്യമ ഉത്തമ ചരിത്രത്തിൽ മഹാസരസ്വതിയാണ്. ഈ ലക്ഷ്മി സരസ്വതി കാളി, പ്ലീസ് ഡു നോട്ട് കൺഫ്യൂസ് ആൻഡ് കണക്ട് വിത്ത് ദ വിഷ്ണു പത്നി ബ്രഹ്മ പത്നി സരസ്വതി. ഇതായിട്ട് ഒരു കണക്ഷനും അല്ല. അതിൻ്റെയും മെയിൻ സോഴ്സാണ് ഈ 3 ദേവി. അപ്പം ആ ദേവി എന്ത് ചെയ്തു? ആ മഹാവിഷ്ണുന്ന് മാറും. അപ്പം എന്താവും? നമ്മൾ സാധാരണ സമയത്ത് ഒരാളെ എഴുന്നേക്കാൻ പറയുമ്പം എന്താ ചെയ്യുന്നത്? കണ്ണ് തുറക്കുക ചെയ്യുന്നത് അല്ലേ? ഇപ്പം മഹാവിഷ്ണു കണ്ണ് തുറക്കും. ഇപ്പം നമ്മുടെ ഒരു വർഷത്തിൽ പോലും ദേവൂട്ട ഏകാദശിയുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വരാൻ പോവാണ്. 4 മാസം കഴിഞ്ഞ് കാർത്തിക മാസം ദേവശൈനി ഏകാദശി വരും. ദേവശൈനി ഏകാദശിയാണ് ഇപ്പം. 4 മാസം കഴിയുമ്പം ദേവൂട്ട ഏകാദശി. ഇതേ കോൺസെപ്റ്റിലുള്ളതാണ്. അതായത് ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ പോയി. യോഗനിദ്ര എന്ന് പറയുന്നത് ഹൂ ഈസ് ടേക്കിംഗ് റെസ്റ്റ് ഇൻ കോൺഷ്യസ്ലി. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സാധന ചെയ്തായിരുന്നല്ലോ ബുദ്ധൻ്റെ, എനിക്ക് ഓർമ്മ വരുന്നില്ല. പകുതി കണ്ണ് തുറന്നും പകുതി കണ്ണ് അടച്ചതും. അതുപോലെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. അതായത് ഹീ ഈസ് ബോധമായിട്ട്, പക്ഷേ ആ റെസ്റ്റ് എടുത്താലും ഹീ ഈസ് ഇൻ ബോധം. അതാണ്. പിന്നെ ഈ മഹാവിഷ്ണു നമ്മൾ അവിടെ ശുദ്ധ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഈ സത്വ രജോ തമോ ഈവൻ ദോ ഇറ്റ് കമ്മിങ് ഫ്രം ഹിസ് പാർട്ട് ഇസ് നോട്ട് ഈവൻ കണക്റ്റഡ് ടു ഇറ്റ്. ചിലവർ പറയും, അയ്യോ ഭഗവാന്റെ വിഷ്ണു ചെവിന്നാണല്ലോ ഇത് വന്നപ്പം ഇത് അദ്ദേഹത്തിനാണോ എല്ലാം, വൈ കെയിം ഫ്രം ഹിസ് ചെവി. അതായത് സൃഷ്ടി സ്വരം നമ്മൾ ഓംകാരത്തെന്ന് പറയാറുണ്ടല്ലോ, സൃഷ്ടി ഉണ്ടായത്. അതുകൊണ്ടാണ് ചെവി എന്ന് ഉദ്ദേശിക്കുന്നത്. ചെവി എന്ന് വരുന്നു, അതാണ് മധു കൈട്ടവൻ. അതുകൊണ്ട് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിന് പേര് വരെയുണ്ട് മധുസൂദനൻ. അതും ഈ ഒരു സിംബോളിക്കാണ്. അപ്പം എന്തായി? മഹാവിഷ്ണു വളർന്നു. ഹി ഫൗണ്ട് ഔട്ട് there are 2 രാക്ഷസാസ് who is causing trouble. ഇനി അവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. തുടങ്ങി യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യമേ മോളിരുന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ബ്രഹ്മാവ്. ഇവർ രണ്ടുപേരും യുദ്ധം തുടങ്ങി. തീരുന്നില്ല. 5000 വർഷമായി. അപ്പം എന്തു പറ്റി? ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമല്ലോ, വേറെ വഴിയില്ല. പിന്നെയും ദേവിയെ വിളിച്ചു. അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, പക്ഷേ തീരത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അഗെയിൻ ഹി കോൾസ് ദ ദേവി. അപ്പം എന്ത് ചെയ്തു? ദേവി ഈ മധുവിൻ്റെയും കൈട്ടവൻ്റെയും മനസ്സിൽ കയറി ചാഞ്ചാടും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ രജോ ഗുണം തമോ ഗുണം
അതായത് പവർ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആയി എന്ന് പറഞ്ഞ് നമുക്കൊരു വിചാരമുണ്ടല്ലോ. എല്ലാം അത് ഈ മധുവും കൈട്ടപ്പനും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നൊരു വിചാരം ഉണ്ടാവും. ആ മധുവും കൈട്ടപ്പനും എന്തെന്ന് അറിയോ? നമ്മൾ രണ്ടുപേരുണ്ട്. വിഷ്ണു, നീ ഒറ്റയാളാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്. നമുക്ക് നിൻ്റെ മുകളിലൊരു പിറ്റി തോന്നി, ഒരു സഹതാപം തോന്നി, ഒരു വരം ചോദിക്കും. ആലോചിക്കുക, എന്തൊരു അരഗൻസ് ആണ്. ഹീസ് ഗോയിങ് ടു ഗിവ്. ഈ രണ്ടുപേരും മഹാവിഷ്ണുവിൻ്റെ അടുത്താണ് വരം തരാം എന്ന് പറയുന്നത്. ഭഗവാൻ ഒന്നും പറയത്തില്ല. ശരി ആവട്ടെ. അപ്പോൾ പറയും, മഹാവിഷ്ണു പറയും, ശരി, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലണം. അപ്പോൾ ആലോചിക്കണം, ഈ മധുവിനെയും കൈട്ടപ്പനും ഇങ്ങനെ പറയിപ്പിച്ചത് ആരാണ്? ആ ദേവി തന്നെയാണ്, മഹാമായയാണ് ഇത് പറയിപ്പിച്ചത്. ബിക്കോസ് വാട്ട് സത്വഗുണ ഹാസ് ടോൾഡ്. എന്തു പറ്റി? മധുവും കൈട്ടപ്പൻ പറയും, നോക്കി, അവരും ബുദ്ധി ഇച്ചിരൊക്കെ ഉണ്ട്, എന്തോ ആയാലും രജോ തമോ ഗുണം, ക്രിക്കറ്റ് മൈൻഡാണ്. മഹാവിഷ്ണു കിടക്കുന്ന എവിടെയാണ്? ജലത്തിൽ കിടക്കുക. ശരി, കൊന്നോ, പക്ഷെ ജലമില്ലാത്ത സ്ഥലത്ത് വേണം നമ്മളെ കൊല്ലാന്ന് പറയും. അങ്ങനെ മധു കൈട്ടപ്പനെ എന്ത് ചെയ്തു? ഭഗവാൻ സിമ്പിളായിട്ടാണ് മധു കൈട്ടപ്പനെ മടിയിൽ വെച്ചിട്ടാണ് ചക്രം വെച്ചിട്ട് കൊല്ലുന്നത്. അതായത് ജലത്തിൽ ഇല്ല, മടിയിൽ വെച്ചാണ് രണ്ടുപേരെയും കൊല്ലുന്നത്. ഇപ്പം ഈ മധു ആൻഡ് കൈട്ടം, മധു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആയുർവേദത്തിൽ മധു ഈസ് ഓൾവേസ് കൺസിഡർ സാത്വിക്. പക്ഷേ ഒരു ഡ്രോപ്പിലൊരു 5 കിലോ പഞ്ചസാര വന്നാലോ രജോ തമോ ഗുണമാകും. അത് ഒന്ന് താഴെ വീണ കൈട്ടപ്പ പാരങ്ങ ചുറ്റിപ്പിട്ടി കിടക്കും. അതായത് എന്താ പറയുക, ടെർമൈറ്റ്സ് അല്ലെങ്കിൽ ആൻസ്, ഉറുമ്പ്. അതാണ് ഇതിൻ്റെ സ്വഭാവം. അമിതമായിട്ടുള്ള മധുരം മന്ദതയിലോട്ട് കൊണ്ടുപോകും. അതിനെയാണ് ഇത് ഈ മധുവിനെയും കൈട്ടപ്പനെ സിമ്പിളൈസ് ചെയ്തേക്കുന്നത്. അപ്പം അതിനെയാണ് ഈ ദേവി എന്ത് ചെയ്തു? ആ ശക്തിയോടെ അവരുടെ ആ ഡെല്യൂഷനിലോട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഡെല്യൂഷനാണ് എല്ലാത്തിൻ്റെ കാരണമെന്ന് ആ ഗുരു ഈ രണ്ടുപേർത്തും പറയും. സോ ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. അമിതമായ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും നിങ്ങളെ പ്രോബ്ലമത്തിലോട്ട് കൊണ്ടുപോകും. അതായത് നീ നിൻ്റെ രാജ്യത്തിനോട് അറ്റാച്ച്മെൻ്റ് ആയാലും ബന്ധുക്കളോട് മക്കളോട് അറ്റാച്ച്മെൻ്റ് ആയാലും ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം. അതായിരുന്നു ഇദ്ദേഹം രണ്ടുപേർക്ക് തന്നൊരു ഉപദേശമായിരുന്നു ഈ സ്റ്റോറിയിൽ പറഞ്ഞു കൊടുത്തത്. അപ്പം ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റോറി അദ്ദേഹം ഇൻഡയറക്റ്റ്ലി ആണ് സുരഥനെ നോക്കി പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയും, അടുത്തത് ഒരു സമയം ഉണ്ടായിരുന്നു. ഇത് ആലോചിക്കുക, ഇത് സൃഷ്ടി നടക്കുന്ന മുമ്പേ ഉള്ളതാണ്. പിന്നെ ഇതൊരു പ്ലെയിനിൽ വരുവാണ്. there was a king called മഹിഷാസുര. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ രാജ്യസഭ അങ്ങ് എടുത്തിട്ടു. ഇന്ദ്രൻ്റെ കിങ്ഡം എടുത്തു. ഇന്ദ്രൻ്റെ കിങ്ഡം എടുത്തപ്പോൾ എന്തായി? ഇന്ദ്രന് സ്ഥലമില്ല. എല്ലാ പ്രാവശ്യം പോലെ ദേവന്മാരെന്ത് ചെയ്യും? ഓടിപ്പോയി ബ്രഹ്മാവിനെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി കരയാൻ തുടങ്ങും. അപ്പോൾ ഈ രണ്ടുപേരും ആ ഇന്ദ്രൻ പോയിട്ട് ദൈവങ്ങളെടുത്ത് പറയും, എൻ്റെ സമ്പത്തും എല്ലാം പോയി. ഇന്ദ്രൻ പോയാലും വരുണൻ, വായു, സൂര്യൻ, കുബേരൻ ഇവരെല്ലാവരും കണക്റ്റഡാണ്. അപ്പം ഇവരെല്ലാം രണ്ടുപേരും വിഷ്ണുവിൻ്റെ അടുത്തും മഹേഷിൻ്റെ അടുത്തുമാണ് പോകുന്നത്. അപ്പം ഇതറിയുമ്പം അവർക്കും, അതായത് ഈ ദേവന്മാർക്കും, സത്യം പറഞ്ഞ ബ്രഹ്മാവിനും വിഷ്ണുവിനും, അതായത് ഒരു മഹിഷിയാണ്. അതായത് നമ്മളൊരു പോത്താണല്ലോ പറയുന്നത് മഹിഷ്. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ പോത്ത് അനങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ഇറ്റ്സ് ലൈക്ക് എൻ ഇനേർഷ്യ. പോത്തേ ഇല്ല, കിടന്ന് എത്ര ഹോൺ അടിച്ചാലും അത് പോകത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതാണ് ഇവിടെയും ഇൻഡയറക്ട്ലി മഹിഷി എന്ന് പറയുന്ന മഹിഷാസുരനെ ഉദ്ദേശിച്ചത്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവൻ പോകത്തില്ല. അപ്പം ഇതിനെ കട്ട് ചെയ്യാൻ എന്ത് ചെയ്തു എന്നറിയുന്നത്. അപ്പം ഈ ആദ്യമേ പറഞ്ഞ ഡിവൈൻ ആങ്കർ, സാധാരണ ആങ്കർ ഡിവൈൻ. അപ്പം ബ്രഹ്മ വിഷ്ണു ഇത് കേൾക്കുമ്പോൾ തന്നെ, അതായത് ഇറ്റ് ഈസ് കോസിങ് ട്രബിൾ ടു എവ്രി വൺ, ഓൾ ദി ദേവതാസ്, ഇറ്റ് ഈസ് കോസിങ് ട്രബിൾ. ഈ ട്രബിൾ കൂടിപ്പോയാൽ പ്രശ്നം വരും. അപ്പോൾ എന്ത് ചെയ്യും? ബ്രഹ്മ വിഷ്ണു എന്ത് ചെയ്യും? അവർക്ക് അതായത് അവരുടെ ജോലിയാണല്ലോ പ്രിസർവേഷനും ഡിസ്ട്രക്ഷനും. അവരുടെ രണ്ടുപേരുടെ ആജ്ഞാചക്രത്തിൽ നിന്നൊരു ഒരു ജ്യോതി ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഓരോ ദേവതകളുടെയും ആജ്ഞാചക്രങ്ങൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, വരുണൻ, വായു, അഗ്നി, കുബേരൻ, യമൻ, ഹിമവാൻ, ഇവരുടെ കുറേ വേണമാണ് എല്ലാ ദേവതകളുടെയും
ആജ്ഞാചക്രത്തിലൂടെ ഒരു സൈഡ് ഒരു പവർ കോൺസെൻട്രേഷൻ ഉണ്ടാണ്, ഹൈ എനർജറ്റിക്. അതിനകത്തൂടെ ഒരു ദേവി ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവിയുടെ പക്ഷെ ഒരു കാര്യമുണ്ട്, ദേവിയുടെ ജനനമല്ല, ഇറ്റ് അറൈവ്ഡ് ആണ്. ബിക്കോസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് വെളിയിൽ വന്നതേ ഉള്ളൂ, അല്ലേ? ഈ ഉള്ളിലുണ്ടായിരുന്നത് വെളിയിൽ വന്നു. അപ്പം അന്തർമുഖത്തിലുണ്ടായിരുന്നത് വെളിയിൽ വന്നു. ആയും അംബ, അതാണ് ദേവിക്ക് അംബ എന്ന് പേര് എന്ന് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അംബിക. അകത്തും വെളിയിലിരിക്കുകയാണ്. അപ്പം നമ്മളൊരു കുടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മതത്വത്തിൽ പറയുമ്പോൾ അകത്തും വെളിയിലും ഉണ്ട്. ആ വെളിയിലിരിക്കുകയാണ്. ആ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ഗോഡസ് വിത്ത് 18 ഹാൻഡ്സ്. അതിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിലോട്ട് ഞാൻ പോകുന്നില്ല. അതായത് ഓരോ ദേവിയുടെ അംഗങ്ങൾ ഓരോ ദേവതകളുടെ സങ്കല്പം, തല, മുടി, കണ്ണ്, ദേവിയുടെ അധരം, ബ്രസ്റ്റ്, വയറ്, കാല്, ഇതെല്ലാം ഓരോ ദേവതകൾ അവരുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയത്. അത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദി എൻറ്റയർ ഗോഡ്സ്. പിന്നെ ഓരോ ദേവതകൾ അവരവരുടെ ആയുധങ്ങളാണ് കൊടുത്തത്. ആയുധങ്ങൾ കൊടുത്തതെന്ന് പറയുന്നത് അവർക്ക് കിട്ടിയതാണ്. അതായത് ശിവൻ കൊടുത്തു, അപ്പോൾ ശിവൻ്റെ ഇല്ല എന്നല്ല. ഇറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ്. അതായത് നമ്മളിപ്പം പറയില്ല, ആയുധ പൂജ ചെയ്യുമ്പം നമ്മൾ ഒരു പേനയാണ് ആയുധ പൂജയായിട്ട് വെക്കുകയാണെങ്കിൽ, ബിക്കോസ് അതും ആ ശക്തിയാണ്, അല്ലേ? അമ്മ, ഐ എം ഗിവിങ് ദ സെയിം തിങ് ടു യു വിത്ത് വിച്ച് ഐ ആം ഏബിൾ ടു റൈറ്റ്. നമുക്ക് നമ്മുടെ മനസ്സാണ് ദേവിക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ദേവിക്ക് ഈ സാധനത്തിലല്ല നമ്മൾ പൂജിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ സാധനത്തിനെയല്ല പൂജിക്കുന്നത്. അതിന് പുറകിൽ വർക്ക് ചെയ്യുന്ന ആ ശക്തിയാണ് നമ്മൾ ആ സങ്കല്പത്തോടെ പൂജ ചെയ്യുന്നത്. അതാണ് ആ സങ്കല്പത്തിലൂടെയാണ് ഇവരെ ഓരോ ആയുധങ്ങളും കൊടുക്കുന്നത്. അങ്ങനെ ആ ആയുധങ്ങൾ സർവാലങ്കാരഭൂഷിതയായ 18 കൈയുള്ള ആദിശക്തി മഹാലക്ഷ്മിയാണ് അവിടെ പ്രകടമാവുന്നത്. സത്യം പറഞ്ഞാൽ 2ാമത്തെ ചാപ്റ്ററിൽ മാത്രമാണ് ദേവി ആവിർഭാവം ഉണ്ടാവുന്നത്. അവിടെ ദേവി വരും. അപ്പം വന്നു കഴിയുമ്പോഴാണ് പറയുന്നത്, ഹിമവാനാണ് സിംഹം കൊടുക്കുന്നത്, ദ ലയൺ, ധർമ്മത്തിൻ്റെ പ്രതീകമായി. അതിൻ്റെ മുകളിലാണ് ദേവി ഇരുന്ന് ആദ്യത്തെ ഹുംകാരൂപിണി എന്നൊക്കെ പറയുന്ന പോലെ ആദ്യത്തെ ഒരു ഗർജനം ഉണ്ടാക്കിയാണ് മഹിഷാസുരനെ ഒരു പേടി തോണ്ടുന്നത്. അതായത് ഹി വിൽ ഷേക്ക്. നമ്മളിപ്പം മഹിഷാസുരൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ ഇത് നടക്കുന്ന ഹിമാലയത്തിലാണെങ്കിൽ ആക്ച്വലി മൈസൂർ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലമുണ്ടല്ലോ, ആക്ച്വലി ഇപ്പോഴും നോക്കി അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മഹിഷാസുരൻ്റെ സ്ഥലമായിരുന്നു. അതാണ് മൈസൂർ എന്ന് പേര് വന്നേക്കുന്നത്. അവിടെ ഇപ്പോഴും ഏതോ ഒരു സ്ഥലത്തിൻ്റെ മഹിഷാസുരൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ആ ദേവി മഹിഷാസുരനെ കൊന്ന സ്ഥലമാണ് പറയുന്ന ആ ചാമുണ്ഡി ഹിൽസ്. അവിടെ ഒരു ശക്തി പീഠവും ഉണ്ട്. അപ്പം ഈ മഹിഷാസുരൻ എന്ത് ചെയ്തു? മനസ്സിലായി, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഹിം. ദേവി വന്നപ്പം മഹിഷാസുരൻ എന്ത് ചെയ്തു? ഉടനെ ഫ്രണ്ടി വരത്തില്ല. അദ്ദേഹത്തിൻ്റെ കുറേ ആദ്യമേ എന്താ പറയുക, അനുയായികളെ അയക്കുകയാണ് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. കുറേ പേര് ഇപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു രജോ ഗണത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളാണ്. ഇപ്പം നമ്മളിന്ന് വൃത്തത്തിലെ ശൂന്യത പറഞ്ഞാൽ ചില ഭയം വരും, ചിലപ്പം ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഭയം വരും, ആ ഒരു എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇപ്പം ഇതാണ് അവിടെ ദേവിയുടെ ഫ്രണ്ടിൽ ഈ മഹിഷാസുരൻ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതൊക്കെ അവിടെ ദേവി അതിനെ സംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഷി വിൽ കട്ട് ഓഫ് ഓൾ ദ എനിമീസ്. അവസാനം മഹിഷാസുരൻ എന്ത് ചെയ്തു? വരും. ഈ മഹിഷാസുരൻ വന്നിട്ട് ആദ്യമേ ബഫലോ രൂപത്തിലാണ് ആദ്യമേ കയറി വരുന്നത്. പറ്റത്തില്ല, അതിന് ദേഷ്യം വരുവാണ്. അത് രജോ ഗുണം, സത്യം പറഞ്ഞാൽ രജോ ഗുണത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും, അയ്യോ ദേവിക്ക് എന്തൊരു ഭയങ്കര വികൃത രൂപം, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രൂപം. കുറേ പേര് സ്കൂളിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പോഴും എന്തോ അവിടെ ഏത് നേരവും ഈ ദുർഗയുടെയും കാളിയുടെ ഫോട്ടോ, ഇസ് ടെറിഫിക് ഫോം. ആക്ച്വലി ദേവി ടെറിഫിക് അല്ല, നമ്മുടെ സ്വഭാവം ടെറിഫിക് ആയതുകൊണ്ടാണ് ദേവിക്ക് ടെറിഫിക് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരതത്തിലുള്ളത് ദേവിയുടെ അമ്പലങ്ങളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ദേവിയുടെ ഫോം ഒരു പ്രചണ്ഡ രൂപത്തിലിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം അതുപോലെയാണ്. സൗമ്യമായ രൂപം വളരെ കുറവാണ്. ദേവിയുടെ രൂപം അങ്ങനെ ആയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ്. വേറെ അല്ലെങ്കിൽ ദേവിക്ക് ആ ഒരു ഇതിപ്പോൾ തന്നെ ആ സ്തുതിയിൽ പറയുന്നത് വെച്ചാൽ അത് പറയാം, ഇത് ദേവിക്ക് ആ രൂപം വന്നതേ നമ്മുടെ സ്വഭാവം ആ രീതിയിലായതുകൊണ്ടാണ്.
ഇപ്പം മഹിഷാസുരൻ ആ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സ്വഭാവത്തിലാണ് അവിടെ വന്നതുകൊണ്ട് ഷീ ഓൾസോ ഹാഡ് ടു ടേക്ക് ദ സെയിം ഫോം. ഏത് രീതിയിലാണ് മഹിഷാസുരൻ വന്നത് അതേ രീതിയിൽ അവിടെയും ദേവിക്ക് വരേണ്ടി വന്നു. മഹിഷാസുരൻ എന്ത് ചെയ്തു? ഭയങ്കര യുദ്ധം നടക്കും. അപ്പം എന്ത് ചെയ്തു? പിന്നെ നോക്കിയപ്പോൾ ആ രജോ ഗുണത്തിന് മനസ്സിലായി ആ ആദിശക്തിയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ പോയിട്ട് ഹി വിൽ ചേഞ്ച് ഫോം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ രജോ ഗുണത്തിൻ്റെ സ്വഭാവം ഫൈൻഡ് ഇങ്ങനെയെങ്കിലും വേറെ വഴികൾ ചെറിയ ഇതിൽ അങ്ങ് ഫൈൻഡ് എക്സ്ക്യൂസ് അല്ലേ. ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന പോലെ ഇതും വേറെ ഒരു മാർഗം കണ്ടുപിടിക്കുക. ആനയുടെ രൂപത്തിൽ വരും. ദേവി പാശം വെച്ച് അതിനെ എടുക്കും. മന്ദതയുടെ പ്രതീകമായിരുന്നു ആന. പിന്നെ എന്ത് ചെയ്തു? പിന്നെയും സിംഹത്തിൻ്റെ രൂപത്തിൽ, അതായത് ഇപ്പോൾ 2 സിംഹമായി. ദേവിയുടെ സിംഹമുണ്ട്, ഇദ്ദേഹം ലയനായിട്ട് വരും. എന്നിട്ട് ഈ ലയൻ അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് ധർമ്മത്തിനെ പിടിച്ച് മാറ്റാനാണ് ആദ്യമേ നോക്കുന്നത്. ധർമ്മത്തിൻ്റെ മുകളിലാണല്ലോ ദേവി ഇരിക്കുന്നത്. അപ്പോൾ ദേവി ഉണ്ടായിരിക്കുമോ? ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു ദേവി ഭക്തനാണെങ്കിൽ ആ ലയൻ ഇസ് നമ്മുടെ ഒരു സാധകനാണ്. ബിക്കോസ് അതിന് മുകളിലാണ് ദേവി ഇരിക്കുന്നത്. എന്തെല്ലാം പ്രശ്നം വന്നാലും എന്തെല്ലാം ഇത് വന്നാലും നമ്മൾ ഇന്ന് നമ്മുടെ സാധന ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറകിരിക്കുന്ന ദേവി നമ്മളെ സഹായിക്കും. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. ദേവി നേരത്തെ തൊട്ടേ ഉണ്ട്. ബ്രഹ്മാവ് വിളിച്ചപ്പം മാത്രമാണ് ദേവി വന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റോറിയിലും കണ്ടപ്പം ബ്രഹ്മാവ് വിളിച്ചപ്പം മാത്രമാണ് ദേവി വന്നത് അല്ലേ. 2 കൈ കൊണ്ട് വിളിച്ചപ്പം മാത്രമാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ദ്രൗപദിയെ സ്നേഹിക്കാൻ വന്നത്. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഗുരു ഒന്നും പറയില്ല. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഗുരു ഒന്നും പറയില്ല. ഗുരുവിനൊന്നും കിട്ടാനും ഇല്ല, കൊടുക്കാനും ഇല്ല. നമുക്ക് എന്താണ് വേണ്ടത് ഹി വിൽ ഗിവ്. നമ്മൾ ശരണാഗതി ചെയ്തു, അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളുടെ പ്രത്യേക സ്നേഹം ഒരു പ്രത്യേകം ഇത് ഒരു ഗുരുവിനും കാണില്ല. ആത്മവിദ്യയാണോ വേണ്ടേ, ഹി വിൽ പുഷ്. അവിടെ ബ്രഹ്മാവ് പറഞ്ഞു, ദേവി വന്നു. അതുകൊണ്ട് ദേവി ഇതിനകത്തൊരു ശ്ലോകം പിന്നെ വരുന്നത്. അത് ഇപ്പം എനിക്ക് തോന്നുന്നു സമയമില്ലാത്തതുകൊണ്ട് എല്ലാം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദേവിയുടെ പറയാണ്, യു ആർ അസുരി, ദ ഗ്രേറ്റ് അസുരി. അതായത് രാക്ഷസിയാണെന്ന് പോലും പറയുന്നുണ്ട് ബ്രഹ്മ. ബിക്കോസ് ഈ സിറ്റുവേഷൻ നോക്കിക്കോ, ഇതും ദേവി തന്നെയാണ്. ഇരുട്ടിലിരിക്കുകയാണ് അല്ലേ, മഹാകാളിയാണ്. സൃഷ്ടി ഇല്ലാതിരിക്കുമ്പോൾ മഹാകാളിയായിട്ടാണ് വരുന്നത്. ഇപ്പം സത്യം പറഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും ഈ ദേവി അത്രയ്ക്ക് പവറുള്ള സബ്ജക്റ്റാണ്. ചിലപ്പോൾ ദേവി അങ്ങനെയായിരിക്കും കേൾക്കാൻ നമ്മളെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ സിറ്റുവേഷനിലും 2 സിറ്റുവേഷൻ, അതായത് പോസിറ്റീവും നെഗറ്റീവ് സിറ്റുവേഷനിലും ഒരു സാധകൻ പോയി കഴിഞ്ഞാൽ തൃശൂലം കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയാറുണ്ട്. എൻ്റെ ചെന്നൈ ഇരുന്നപ്പോൾ ഒരു അമ്മ പറയാറുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യും ദേവി. അപ്പം ഈ മഹിഷാസുരനെ കൊല്ലണമെങ്കിൽ എളുപ്പം. അവൻ രജോഗുണം എന്തെല്ലാം കണ്ടുപിടിച്ചു. ഒരു രക്ഷ വന്നപ്പോൾ അവസാനം മനുഷ്യൻ്റെ രൂപത്തിൽ വരും. മനുഷ്യരൂപത്തിൽ പിന്നെയും പോകുമ്പോൾ അവസാനം പിന്നെ ഹി വിൽ ടേക്ക് ദ ഫോം ഓഫ് ബഫല്ലോ വന്നപ്പോഴെന്തായി, ദേവി കട്ട് ചെയ്യും തല. അപ്പോഴും രജോ ഗുണം പോകത്തില്ല, റൂട്ട് അവിടെ തന്നെ കിടക്കും. പിന്നെയും പൊന്തു തല. ബഫലോക്കകത്ത് പിന്നെയും ആ പകുതി മനുഷ്യരൂപം വന്നു. അതാണ് പകുതി മനുഷ്യരൂപത്തിലും പകുതി ബഫലോ രൂപത്തിലും ആ രജോഗുണം അങ്ങ്. എന്നിട്ടാണ് ആ തൃശൂലം കൊണ്ട് ദേവി സംഹരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു ശ്ലോകമുണ്ട്, അതായത് ഒരു ബ്രേക്കും ദേവി എടുക്കും. അതായത് കുബേരൻ കൊടുത്ത മധുപാത്രമാണ്, അതും ദേവി കൊടുക്കും. പക്ഷെ അതാലോചിക്കുക, ഇവിടെ ഹീ ഈസ് ഗിവിങ് ടൈം ഫോർ രജോഗുണ. ദേവി ഈസ് ഗിവിങ് ടൈം ടു രജോഗുണ ടു സറണ്ടർ. കുറേ സമയം കൊടുക്കുന്നുണ്ട്, കുറേ സമയം കൊടുത്തു. പക്ഷെ അപ്പോഴും അനങ്ങുന്നില്ലാതെ കാണുമ്പോഴാണ് ദേവിക്കത് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ദേവി ചെയ്യത്തില്ല. ബിക്കോസ് ദേവിക്ക് നമ്മൾ ഭാഗവതത്തിൽ നോക്കിയാലറിയാം, അല്ല ഭഗവത്ഗീത നോക്കിയാലും ഭഗവാൻ കൃഷ്ണൻ അർജുനന് മാത്രമല്ല വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. ഈ ഷോഡ് ദ വിശ്വരൂപം ടു ദുര്യോധൻ ഓൾസോ. ദുര്യോധന് കാണിച്ചു കൊടുത്തു. അതേപോലെ വേറെ ആർക്കായിരുന്നു കാണിച്ചു കൊടുത്തത്? അത് ഈ ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സഞ്ജയനും കണ്ടു, വിതുരനല്ല, ധൃതരാഷ്ട്രനും കണ്ടു. അതേപോലെ ധൃതരാഷ്ട്രൻ സഞ്ജയനെ ത്രൂല് കണ്ടു. പക്ഷെ ആർക്കാണ് മനസ്സിലായത്? അതിനു മുമ്പേ ഒരാൾ കണ്ടു, യശോദാമ്മയും കണ്ടു. പക്ഷെ അവരൊക്കെ മായ്ഞ്ഞുപോയി. അവർക്ക് നിന്നില്ല, അവർക്കൊന്നും ഇത് കാണാൻ പറ്റിയില്ല. അതൊക്കെ മായ്ഞ്ഞുപോയി.
അവരെല്ലാം മറന്നുപോയി. ആ ഇഗ്നറൻസ് ആണ്. ഈ ഇഗ്നറൻസും ആര് തന്നെയാണ്? നമ്മൾ മുന്നോട്ട് ആ ഇഗ്നറൻസ് ഓൾസോ ഈസ് ദേവി എന്നാണ് ഇതിനകത്തൊരു ശ്ലോകം പറയുന്നത്. ബിക്കോസ് പക്ഷെ ഒരു സാധകനാണെങ്കിൽ, ഇപ്പം നമ്മൾ സിംഹത്തിൻ്റെ രൂപത്തിലാണ് ആ സാധകൻ ഇരിക്കുവാണെങ്കിൽ, ദേവി വിൽ പ്രൊട്ടക്റ്റ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ബിക്കോസ് അതായത് നല്ല സാഹചര്യം വന്നാലും നമ്മൾ ദേവിക്ക് താങ്ക്സ് പറയണം, ബാഡ് സാഹചര്യം വന്നാലും നമ്മൾ ദേവിക്ക് താങ്ക്സ് പറയണം. ബിക്കോസ് വെൻ വി താങ്ക് ഹർ, ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ദേവി തരരുത്. ബിക്കോസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ദേവി തന്നെ മാറ്റും. അതുകൊണ്ട് ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം ബാഡ് സാഹചര്യങ്ങളാണ് തുളസീദാസിനും മീരാബായിക്കും കണ്ട എല്ലാ ഗ്രേറ്റ് സെയിൻസിനും, പക്ഷെ അവർ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഈ രജോ ഗുണം എന്ത് ചെയ്യും? ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം വഴിപാട് ചെയ്തു, എന്തെല്ലാം നാമങ്ങൾ ജയിച്ചു, എന്തൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ദേവി. അത് നമ്മുടെ കുറ്റമല്ലേ? ദേവിയുടെ കുറ്റമല്ലല്ലോ. ദേവി തരാനുള്ളത് തന്നു. ഈ മഹിഷാസുരൻ എന്താ ചെയ്തത്? മഹിഷാസുരന് പോലും സമയം കൊടുത്തു. അവസാനം ആണ് ദേവി അത് ചെയ്തത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ തന്നെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങും. മഹിഷാസുരൻ അതുപോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് സ്വന്തം കിങ്ഡം ലൂസ് ചെയ്ത് സുരഥനടുത്ത് പറഞ്ഞ കഥയാണ് മേധ. സുമേധ ആ ഋഷി പറയുകയാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്? ഇത് നത്തിങ് ഈസ് യോസ്. ഇവിടെ ഒന്നും നിൻ്റെ അല്ല. നീ ഏതിൻ്റെ പുറകിലാണ് നീ പോകുന്നതെന്ന് ചോദിക്കും. ആദ്യമേ ഇത് ഗുരു അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ നമ്മുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഗുരു കനോട്ട് ഡു എനിത്തിങ്. ഹീ ഈസ് ഹെൽപ്ലെസ്. ഗുരു കനോട്ട് ഡു എനിത്തിങ്. നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ, നമ്മൾ എത്ര എല്ലാം ബുക്ക് വായിച്ചാലും ആ പ്രാക്ടിക്കൽ നോളേജ് കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പം ഈ ദേവന്മാർക്ക് എല്ലാം മനസ്സിലായി. അവർ സറണ്ടർ ചെയ്യും. രണ്ടാമത്തെ സ്തുതി അവിടെ പാടും. അത് ഞാൻ പോകുന്നില്ല. ആ സ്തുതി പാടുമ്പം ദേവി ബ്ലസ് ചെയ്യും അവരെ. ആ ആദിശക്തിയായ മഹാദുർഗ, അവിടെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ ഐശ്വര്യത്തിൻ്റെ ദേവിയാണ്. അതായത് ഐശ്വര്യം എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷ്ണു പത്നിയല്ല, സ്പിരിച്വലിൻ്റെ ഐശ്വര്യം തരുന്നത് കൊണ്ടാണ് മഹാലക്ഷ്മി മഹിഷാസുര മർദിനി. ഇതിൻ്റെ ഫോട്ടോ നമുക്ക് നോക്കിയാൽ നമ്മുടെ അന്നക്ഷേത്രത്തിൻ്റെ പുറകിൽ അന്ന് ചെന്നൈയിൽ നിന്ന് നമ്മൾ നോക്കിയ 3 ദേവിമാരുടെ 18 കൈയുള്ള കാണാം. താഴെ സപ്തമാതൃക്കൾ ഉള്ള, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, നേരത്തെ കണ്ടിട്ടുള്ള ആ വാഷ് ബേസിന് തൊട്ട് മുകളിൽ അത് വെച്ചിട്ടുണ്ട്. ദേവിയെ അവർ സറണ്ടർ ചെയ്യും ദേവന്മാർ. അപ്പോൾ ദേവി ഹാപ്പി ആവും. അതായത് നമ്മൾ സറണ്ടർ ചെയ്താലേ ഭഗവാൻ ഹാപ്പി ആവുള്ളൂ, ഈശ്വരൻ ഹാപ്പി ആവത്തുള്ളൂ. അപ്പം പറയും, എന്താ നിങ്ങൾക്ക് വേണ്ടേ, എന്താ വാട്ട് യു വാണ്ട്. അപ്പം ആ ദേവന്മാർ പറയും, ഒന്നും വേണ്ട അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണം. വെന്നെവർ വി ആർ ഇൻ ട്രബിൾ പ്ലീസ് കം. അത്രയേ ഉള്ളൂ. അപ്പം ദേവി ഒരു വാക്ക് പറയും, ഐ അഷ്യൂർ യു, ഏതെല്ലാം കൽപ്പത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായുള്ളൂ, ഐ വിൽ കീപ് കമ്മിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ആക്ച്വലി മഹിഷാസുരനെ നമ്മുടെ കാളികാ പുരാണത്തിൽ പറഞ്ഞ ഒരു പ്രാവശ്യമല്ല നിഗ്രഹിക്കുന്നത്. അതുപോലെ ടൈമും സ്പേസിൻ്റെയും ബിയോണ്ടാണ്. എത്രയോ കൽപ്പങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാലസംഹർഷിണി, മഹാഭദ്രകാളിയുടെ ഒരു കുറേ ഫോംസ് ഉണ്ട്. അപ്പം ഇതിൽ മഹാലക്ഷ്മി എന്നായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പം ആ 3 ഫോം. അപ്പം ഇതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഐ വിൽ കീപ് കമ്മിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു പ്രൊട്ടക്റ്റ് ധർമ്മ. നമ്മൾ തിരിച്ച് ഭഗവത്ഗീതയിൽ പോയാൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യസ്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സെയിം കാര്യമാണ് ഇവിടെയും പറയണത്. സെയിം തിങ്, ഒരു മാറ്റവും ഇല്ല. അവിടെയും ദേവി പറഞ്ഞു ഐ വിൽ കം അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയും. അങ്ങനെ ഇത് മധ്യമ ചരിത്രം സമാപ്തം. അത് ഷോർട്ട് ഫോമിൽ അത് തീർത്തു. പിന്നെ അടുത്തത് ഇത് 3ാമത്തെ ചരിത്രം എന്ന് പറയുന്നത് ഉത്തമ ചരിത്രം. അതാണ് ആക്ച്വലി ഏറ്റവും ലോങ്ങസ്റ്റ്. അതിൻ്റെ അധിഷ്ഠാത്രിയായ ദേവിയാണ് മഹാസരസ്വതിയാണ്. 18 കൈ അതിനും അമ്മയ്ക്ക്. അതൊക്കെ ആക്ച്വലി പിന്നെ താന്ത്രിക് ടെക്സ്റ്റിലാണ് ഇത് കയറി വന്നത്. മാർക്കണ്ഡ പുരാണങ്ങളിൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ മാത്രമേ പറഞ്ഞിട്ട്. അതിപ്പം ബുക്കൊക്കെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധ്യാന ശ്ലോകവും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പിന്നെ തന്ത്രോപാസന ചെയ്ത ആൾക്കാർ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൻ്റെ കണക്ഷൻ ആ ദേവിയുടെ ആ ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് നോക്കട്ടെ അതിനകത്ത് ഉണ്ടോ എന്നതിനകത്ത്. ഇല്ല, അത് ഞാൻ അപ്പം 3ാമത്തെ ചരിത്രം. ആ 3ാമത്തെ ചരിത്രം തുടങ്ങുന്നത് തന്നെ അതായത് ഹിമാലയത്തിൽ ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നതാണ് തുടങ്ങുന്നത്. അത് നമ്മൾ മിക്കവാറും കേൾക്കുന്ന നല്ലൊരു സ്തുതിയാണ്. അത് എനിക്ക് ഒരു മിനിറ്റ്, അത് എന്തായാലും
ഇതിൻ്റെ ഈ അതായത് ഹിമവാൻ പർവ്വതത്തിൻ്റെ സൈഡിൽ നിന്ന്, അതായത് അവിടെ നിന്നാണ് മേ ബി എനിക്ക് തോന്നിയതാണ്, മുകളിൽ നിന്ന് നമ്മുടെ ഭാരതഭൂമി നോക്കിക്കഴിഞ്ഞാൽ സഹസ്രാര ചക്രത്തിൻ്റെ സിമ്പിളാണ് ഹിമാലയം അല്ലേ. അപ്പം ഹിമാലയത്തിന് ആ സൈഡിൽ കൂടെയാണ്, അതായത് സ്പിരിച്വൽ അവേക്കണിങ് ആ സൈഡിൽ കൂടെ ദേവതകൾ ഈ സ്തുതി പറയുന്നത്. അതായത് ഇതിൽ 2-3 ശ്ലോകമുണ്ട്. അതായത് നമോ ദേവ്യേ മഹാദേവ്യേ ശിവേ സതതം നമഃ നമ പ്രകൃത്യേ ഭദ്രായ നിയതഃ പ്രണതഃ മമഃ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മളെ ഒരു ബ്യൂട്ടിഫുൾ ശ്ലോകം. നമ്മൾ അത് ദേവി സൂക്തം എന്നും പറയാറുണ്ട്. അതിൽ വരുന്നുണ്ട് യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞ് ഇത് നമ്മൾ കേട്ടിട്ടുള്ള ശ്ലോകം. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിരൂപേണ നിദ്രാരൂപേണ ശുദ്ധാരൂപേണ ശക്തിരൂപേണ തൃഷ്ണാരൂപേണ ശാന്തിരൂപേണ ജാതിരൂപേണ ലജ്ജാരൂപേണ ശ്രദ്ധാരൂപേണ കാന്തിരൂപേണ ലക്ഷ്മിരൂപേണ സ്മൃതിരൂപേണ വൃത്തിരൂപേണ ദയാരൂപേണ തൃഷ്ടിരൂപേണ ഭ്രാന്തി വിശപ്പ് രൂപേണ സംസ്ഥിത. ഈ ദേവിയെ എല്ലാമായിട്ട് കാണുവാണ്. അതായത് നമ്മൾ ചിലപ്പോൾ സത്സംഗം ഉറക്കം വരും, അതും ദേവിയാണ്. നമ്മളുള്ള ബുദ്ധി അതും ദേവിയാണ്. ദ സിയർ ആൻഡ് ദ സീയിങ് ആൻഡ് ദ എൻറ്റയർ പിക്ചർ ഇസ് മഹാലക്ഷ്മി. ഇറ്റ്സ് യു. അതാണ് ഇതിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ആ ദേവന്മാരെ നമ്മൾ സാധകനായിട്ട് കണ്ട നമസ്തസ്യൈ 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 നമോ നമ 3 പ്രാവശ്യമാണ് അവർ പറയുന്നത്. ഒറ്റ പ്രാവശ്യം പറഞ്ഞ് അവർ തീർക്കത്തില്ല. എന്നുവെച്ചാൽ ഫുൾ സറണ്ടറായിട്ട് മനസാ വാച കർമ്മണ ദേവി ഞാൻ താങ്കളെ നമിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് വരത്തില്ല. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും മൈൻഡ് നമ്മളെ പിടിച്ച് വലിക്കും. അപ്പം ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പം ആ സമയത്ത് പർവ്വതപുത്രിയായ പാർവതി അവിടെ നിന്ന് വരുവാണ്. അപ്പം ഇപ്പം അതിന് ശിവനെ കല്യാണം കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് ആലോചിക്കാം, അതായത് മറ്റേത് ഫസ്റ്റ് സൃഷ്ടിയുടെ മുമ്പ് നടന്നു, രണ്ടാമത്തേതിൽ മഹിഷാസുരനെ വധിച്ച ശേഷം ദേവി, അതായത് പിന്നെ ഇറ്റ് കംസ് ടു എ കൽപ്പ, ആ സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പം ഇത് നമ്മളൊരു സാധാരണ ലെവലിൽ നോക്കിയാൽ പാർവതി സതിയായിരുന്നു അല്ലേ. സതിയായി ശിവനെ കല്യാണം കഴിച്ചു. ശിവൻ പറഞ്ഞത്, ശിവന് ഗുരുവായിട്ടാണ് ശിവൻ പറഞ്ഞ കേട്ടില്ല. ഷീ ഹാസ് ടു ലൂസ് ഹെർ സെൽഫ്. പിന്നെന്ത് പറ്റും? പിന്നെയും ജന്മം എടുക്കേണ്ടി വരും. ജന്മം എടുത്ത് കുറേ തപസ് എടുക്കേണ്ടി വരും. ദേവി ഇലയും ഒക്കെ എത്രയോ ഭക്ഷിച്ചാണ് പിന്നെ ശിവനെ പ്രാപിക്കുന്നത്. എന്നിട്ട് നമ്മളെ കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മളെ ഉപനിഷത്തിലേക്ക് വായിക്കുന്നത് പോലെ ഗുരു ശിഷ്യ സംവാദം വരുമ്പോൾ ദേവി ഉറങ്ങിപ്പോവും. അപ്പം നമ്മൾ ആ ലെവലിൽ ആ ഇതിലെടുക്കുന്നത്. അപ്പം ദേവി വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കും. അപ്പം ഈ നമസ്തസ്യ ആ ദേവി ആ ശരണാഗതി ചെയ്യുവാണ് ആ ദേവന്മാർ, ആദിശക്തിയെ. മനസാവാച കർമ്മണ അതിൽ 3 സറണ്ടർ ചെയ്യുമ്പം മഹാപാർവതി ചോദിക്കും, ഇതാരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നതെന്ന് ചോദിക്കും. ഹൂസ് ദ വൺ ഹൂം യു ദേവതാസ് ആർ സറണ്ടറിങ് ടു, ഹൂസ് ഷീ? അപ്പം ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ് സൗണ്ട് വരും. പാർവതിയുടെ ഉള്ളിൽ നിന്ന് ഒരു ദേവി പ്രകടമാണ് ചെയ്യുന്നത്. ആക്ച്വലി ദേവിയുടെ കോശമായിരുന്നു, അകത്തുനിന്ന് വെളി വരുവാണ്. നമ്മളെ 5 കോശം ഉണ്ടെന്ന് പറയാം സാധകൻ നമ്മളെ ബോഡിയിൽ. ആനന്ദമയ കോശത്തിന് വെളി വന്നതുകൊണ്ടാണ് ആ ശക്തി ആ ദേവിയെ കൗശകി എന്ന് പേര് വന്നത്. ഇറ്റ്സ് മീ, ദ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ദേവി. ഉള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫോം ആ കൗശിക്കിയാണ് നമ്മൾ മഹാസരസ്വതി എന്ന് പറയുന്നത്. 18 കൈയോടെ ആ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ദി ഗോഡസ്, ഭയങ്കര സൗമ്യമായിട്ടുള്ള ഫോമാണ്. ആ ദേവിയാണ് വരുന്നത്. ആ ദേവിയാണ് ദേവന്മാരെ സ്തുതിക്കുന്നത്. പിന്നെയും അവർ സറണ്ടറോട് ചോദിക്കുന്നത്, പിന്നെയും പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്, അമ്മേ രക്ഷിക്കണം പറഞ്ഞല്ലോ. ആൻഡ് ദുർഗയ്ക്ക് കൊടുത്ത വാക്കാണ്. അടുത്ത സമയമായപ്പം ദേവി പറഞ്ഞു, ഉറപ്പായിട്ട് ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. പറയും, ശുംഭനിശുംഭന്മാരുണ്ട്, ഒരു രക്ഷയില്ല, അവർ ദി ആർ ക്രിയേറ്റിംഗ് പ്രോബ്ലം, ഒന്നും ചെയ്യാനില്ല എന്ന് പറയും, സമയമാവട്ടെ എന്ന്. അപ്പം പർവ്വതത്തിൽ തന്നെ ദേവി അവിടെ നിൽക്കുകയാണ്. ദേവിയുടെ ആ പ്രസൻസ് അവിടെ അറിഞ്ഞു കഴിഞ്ഞു. അറിയാലോ, ഒരു ചൈതന്യം വന്നു കഴിഞ്ഞാൽ
മറ്റേ നെഗറ്റിവിറ്റി നിൽക്കാൻ പറ്റത്തില്ല. ചണ്ടനും മുണ്ടനും അവർ ആ വഴി കൂടെ പോകുമ്പോൾ അവർ കാണും, എന്ത് നല്ല രസമുള്ളൊരു സ്ത്രീ. ഇത് കണ്ടുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം ചണ്ടനും മുണ്ടനും. ആ ചണ്ടനും മുണ്ടനും എന്ത് ചെയ്തും ചോദിക്കും ആരാണ്. അപ്പോൾ പറയും ഞാൻ ദേവി, ഇത് പേര് പറയും, കാര്യങ്ങളൊക്കെ പറയും. അപ്പം ചണ്ടനും മുണ്ടനും ഇത് നമുക്ക് പോയിട്ട് നമ്മുടെ രാജാവിൻ്റെ അടുത്ത് പറയണം. ഈ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ലേഡി ഹാസ് ടു ബി ദ വൈഫ് ഓഫ് ദ കിങ്. രാഗദേശമാണ് ഈ ചണ്ടനും മുണ്ടനും. അതാണ് മുണ്ടൻ എന്നൊക്കെ നമ്മൾ പിക്ചറിൽ കണ്ട ബാൾഡായിരിക്കും, ശരത്തിൻ്റെ തലേ പോലെ ബോൾഡ്. അങ്ങനെയാണ് അത് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ രാഗദേശമാണ്. ഇവരുടെ കുറ്റം എന്താണ്? ഇങ്ങനെ കുറ്റി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയി ഇവിടെ നിന്നുള്ളത് അവിടെ പറയുക, അവിടെ നിന്നുള്ള ഇവിടെ പറയുക. ആ രാഗദ്വേഷത്തിൻ്റെ സിമ്പിളായിരുന്നു ചണ്ടനും മുണ്ടനും. ഇവരെന്ത് ചെയ്തു? ഇരികേറ്റി അവിടെ പറയും, ബ്യൂട്ടിഫുൾ വൺ, രക്ഷയില്ല രാജാവേ, നിങ്ങൾ ആ പെണ്ണിനെ കൈക്കലാക്കിയേ പറ്റുള്ളൂ. ഇത്രയും സുന്ദരിയായ സ്ത്രീ ഈ ലോകത്തില്ല. ദേവി ഒരു സ്പിരിച്വൽ നോളജാണ്. അവരെന്ത് ചെയ്യും? ഈ സ്പിരിച്വൽ നോളജ് പൊന്തുണ്ടല്ലോ, പിടിച്ചെടുക്കണം. അതാണ് ഇവരുടെ ശുംഭൻ നിശുംഭൻ എന്ന് വെച്ചാൽ മമ, അഹങ്കാരവും മമ, ആ മമത്വത്തിൻ്റെ ആ ഫീലിംഗ് ഉണ്ടല്ലോ, അഹങ്കാരം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ദേവി മഹാത്മ്യമൊക്കെ ഈ ശുംഭൻ നിശുംഭ വധമാണ് ഏറ്റവും അവസാനം ശുംഭൻ നിശുംഭമാണ്. അപ്പം ഈ ശുംഭനും നിശുംഭൻ എന്ന് വെച്ചാൽ ബ്രദേഴ്സായിരുന്നു. അഹങ്കാരവും പിന്നെ മമത്വം, ഇൻ്റെ ഇത് ഐ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ഇൻ്റെ വീട്, ഇൻ്റെ ഭാര്യ, ഇൻ്റെ മക്കൾ, ഇൻ്റെ വീട്, ഇൻ്റെ പൈസ, ദ ഐനസ്. അപ്പം ചണ്ടനും മുണ്ടനും എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ശുംഭനിശം ഉടനെ വരില്ലല്ലോ. അപ്പം ആദ്യമേ ഒരു രാക്ഷസനെ പറഞ്ഞയച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് വാർത്താനമൊക്കെ പറഞ്ഞിട്ട് വാ. ലേഡീനെ എങ്ങനെയാണ് കൈക്കലാക്കുന്നത് അവർക്കറിയാമല്ലോ. അതാണ് സുഗ്രീവ് എന്ന് പറഞ്ഞ ഒരു രാക്ഷസനുണ്ടായിരുന്നു. നമ്മുടെ രാമായണത്തിലുള്ള സുഗ്രീവല്ല, ഇതിൻ്റെ പേര് സുഗ്രീവ്. അപ്പം ഈ സുഗ്രീവ് എന്ന് പറയുന്നത് ത്രോട്ടിനാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ദ വൺ ഹൂ ട്രൈസ് ടു സേ ബ്യൂട്ടിഫുൾ വേർഡ്സ് ആൻഡ് ട്രൈ ടു അറ്റാച്ച്. ഇതും ചില കാര്യം നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ രജോഗുണം എന്ത് ചെയ്ത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഒരാളെ മയക്കിയെടുത്ത് പോകും. പക്ഷെ നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ കർമ്മഫലം നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ തന്നെ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, നമ്മൾ പോലും അറിയാതെ ചെയ്തിട്ടുണ്ട്. ഈ ബ്യൂട്ടിഫുൾ വേർഡ്സ് പോയിട്ട് ഈ സുഗ്രീവൻ പറയും, പോയി ദേവി, യു ആർ ഫിറ്റ് ടു ബി ഗെറ്റ് മാരീഡ് ടു ശുംഭ ഓർ നിശുംഭ, യു ചൂസ് ഐദർ വൺ ഓഫ് ദം. ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യും ഭർത്താവായിട്ട്. അപ്പോൾ ദേവി എല്ലാം കേൾക്കും സൗമ്യമായിട്ട് പറയും, തീർച്ചയായിട്ടും കല്യാണം കേൾക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ യുദ്ധത്തിൽ ആരാണോ തോൽപ്പിക്കുന്നത് അവരെ മാത്രമേ വിവാഹം കഴിക്കത്തു. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് പറയുന്നത് അങ്ങനെ എന്തിനാ പിടിവാശി വയ്ക്കുന്നത്? പിന്നെയും തുടങ്ങി ബ്യൂട്ടിഫുൾ വേർഡ്സും നല്ല എന്താ പറയുക കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവിയെ പിടിച്ച് ശുംഭനെ നിശുംഭനെടുത്ത് കൊണ്ടുപോയി. പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞു, ദേവി പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലത് അങ്ങനെ സങ്കല്പം എടുത്തുപോയി, ഐ കനോട്ട് ഹെൽപ്പ് എന്ന് പറയും. അപ്പം ഇത് പോയി സുഗ്രീവൻ എന്ത് ചെയ്തു? അവിടെ പോയി ശുംഭനെ നിശുംഭനെടുത്ത് പറയും. അഹങ്കാരത്തിന് പറ്റുമോ? മിണ്ടാതിരിക്കുമോ? അത് ഇടിക്കത്തില്ല. ഇനിയിപ്പോൾ എന്തായി? അത്രയ്ക്ക് ഇങ്ങനെയെങ്കിലും അത് നമ്മൾ കണ്ടിട്ടില്ല. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ നല്ലതോ ചീത്തയോ നമ്മൾ പോലും അറിയാം, നമ്മൾ അതിനെ പുറകിൽ പോയി നേടിയെടുക്കാൻ ശ്രമിക്കും. നല്ലതോ ചീത്തയോ ഇപ്പോൾ തന്നെ ടെററിസ്റ്റുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ലതോ ചീത്തയോ നോക്കില്ല, അവർ എട്ടുവിടക്കനെ എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. നമുക്ക് ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത് മൂടും നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് പോലും അറിയത്തില്ല. ഇപ്പോൾ ശുംഭന് നിശുംഭന് ദേഷ്യം വരും. അപ്പോൾ അടുത്ത രാക്ഷസനെ വിടും, ധൂമ്രലോചൻ, ദ ഫ്യൂംസ്, ദ രാക്ഷസ വിത്ത് ദ ഫ്യൂംസ്, മഞ്ഞ് പോലെ. അപ്പം അതിന് ഡെല്യൂഷൻ ഉണ്ടാക്കും. അത് സിംബോളിക് മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ പോലെ ഓക്കെ എനിക്കിതെല്ലാം അറിയാം, ഞാൻ അഹംഭാവം കയറി വന്ന് എനിക്കെല്ലാം ചെയ്യാൻ ഒരു അഹങ്കാരം കയറി മൂത്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും അറിയത്തില്ല. ഈ ധൂമ്രലോചൻ എന്ത് ചെയ്തു? ദേവിയെ പിടിക്കാൻ നോക്കി. ദേവിയുടെ അത് ഒരു സൗണ്ട്, അതായത് നാദബ്രഹ്മസ്വരൂപിണി, ആ സൗണ്ട് കൊണ്ട് തന്നെ ധൂമ്രലോചനെ നശിപ്പിക്കുക ചെയ്യുന്നത്. വേറെ ഒരു വഴിയും കാണാത്തതുകൊണ്ട്
അപ്പം ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നമ്മളിപ്പോൾ ഇത്ര നേരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ എന്തോ മീ ടു മീ ആണ്. ഇത് ഉള്ളിലോട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമാണല്ലോ അഹങ്കാരം കയറി വരുന്നത്. ഇത് കഴിയുമ്പം ധ്രൂമലോചനം കഴിഞ്ഞു. അടുത്ത വരുന്ന ആ ശുംഭ നിശുംഭ വിടുന്ന ഒരു രാക്ഷസന്മാർ, അതായത് നെക്സ്റ്റ് ഡീമൻസ് ചണ്ടനെ മുണ്ടനെ തന്നെ വിടും. തുടക്കത്തിൽ വന്ന് ഈ ചണ്ടനെ മുണ്ടനെ വിടുമ്പം അവർ നേരത്തെ വന്ന ഒരു മെസ്സഞ്ചറായിട്ടല്ലായിരുന്നു, അവർ ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നത്. അപ്പം കൗശകിയുടെ അജ്ഞാചക്രത്തിൽ നിന്നാണ് മഹാകാളി ഉത്ഭവിക്കുന്നത്. മഹാകാളി ഉത്ഭവിച്ച മഹാകാളിയാണ് ചണ്ടനെയും മുണ്ടനെയും കൊല്ലുന്നത്. ഇപ്പോൾ കൗശികി ബ്യൂട്ടിഫുൾ ഫോം, മഹാകാളി രൗദ്ര ഫോമാണ്. ഇപ്പം നമ്മൾ മഹാകാളിയിലാണെങ്കിൽ നേരത്തെ നമ്മൾ ഇരുന്നത് കൗശികി ഫോമിലായിരുന്നു. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയായിരുന്നു. അതിനകത്ത് തന്നെ ഉണ്ടായത് നല്ല, അതായത് സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. എവറിത്തിങ് ഈസ് ഇൻ ഗോയിങ് ഇൻ ടു ദ ബ്ലാക്ക് ഹോൾ. ഇറ്റ് ഇസ് മഹാകാളി. വെൻ ഇറ്റ് കംസ് ഇൻ ദ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ദ പ്രകൃതി, ഇറ്റ്സ് ദ കൗശികി. രണ്ടും ദേവി തന്നെയാണ്. രണ്ട് സാഹചര്യവും ദേവി തന്നെ തരുന്നതാണ്. ആ ചണ്ടനെ മുണ്ടനെ കൊന്നതിന് ശേഷം അടുത്തത് വരുന്ന അദ്ദേഹം ഒരു 8 റിബുക്കൾ എന്നാണ് പറയുന്നത്. അതിന് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഡിസ്കസ് ചെയ്ത പോലെ ഭയം, അതിന് സിംബോളിക്കാണ് ഞാൻ പറയാം. എന്താ പറയുക, ഭയം വരിക, അല്ലെങ്കിൽ ലജ്ജ വരിക, ചില സമയത്ത് ദേഷ്യം വരിക, ചില സമയത്ത് ചില മനുഷ്യൻ ഇമോഷൻസ് ഉണ്ടല്ലോ അടുത്ത് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത നാണം വരിക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതാണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ദേവി എന്ത് ചെയ്തു, കൗശികി എന്ത് ചെയ്തു, കൗശികി ആ ദേവിയുടെ ഉള്ളിൽ നിന്ന്, അതായത് ആ ആനന്ദകോശത്തിൽ നിന്ന് അടുത്ത സപ്തമാതൃക്കളിൽ ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഷീ വാസ് ദ എനർജി ഓഫ് അതർ ഗോഡസ്. ഫ്രം ദ എനർജി ഓഫ് മുരുകൻ കെയിം ദ കൗമാരി. പീക്കോക്കിൻ്റെ മുകളിലും വേലായുധത്തിൻ്റെ ആയുധത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന്, പിന്നെ ബ്രാഹ്മിണി, കൗമാരി, പിന്നെ വാരാഹി, മഹേശ്വരി, പിന്നെന്തായിരുന്നു, കൗമാരി, മഹേശ്വരി, വാരാഹി, ഇല്ല ഒരു 7 ഗോഡസ് ഇപ്പോൾ പോട്ടെ. അപ്പോൾ ഈ 7 ഗോഡസും വരും. ആ 7 ഗോഡസും അവിടെ പിന്നെ അടുത്ത ബ്ലഡ് ഷെഡാണ്. ഈ കൊണ്ടുവന്ന ഓരോ നെഗറ്റിവിറ്റീസിനെ സ്ലോട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി, എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഈ പ്രശ്നം വരാൻ പോകുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഡീമനായിരുന്നു അഹങ്കാരം വെളിയിലോട്ട് വിടുന്നത്. നമ്മൾ കേട്ട സ്റ്റോറി തന്നെ, രക്തബീജ്, രക്തം, അനുരക്തി. അതായത് സാധാരണ ലവ് അല്ല, എൻ്റെ ലവ്, ഞാൻ പറഞ്ഞ കേൾക്കണം, ഞാൻ പറഞ്ഞ പോവുള്ളൂ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഒരു ലിമിറ്റിൽ, ഒരു ബോർഡറിൽ കൊടുക്കുന്ന ഒരു ലവ് നമുക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ട്. ആ ഇമോഷൻ ഫ്രണ്ട് വന്ന് അത് പുറകിൽ ഒരു 1000 ഇമോഷൻസിനെ കൊണ്ടുവരും, അല്ലേ? ദേഷ്യമല്ല അതിനകത്ത് വരും. ഇൻ്റെത് മാത്രം പൊസസീവ്നെസ് ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ, രക്തബീജനെ കൊണ്ടുവരും. ആ രക്തബീജൻ്റെ സ്വഭാവം എന്താ, ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് തന്നെ പിന്നെയും ഒരു 1000 രക്തബീജങ്ങൾ വരും. അപ്പം ഈ 1000 രക്തബീജങ്ങൾ വരുമ്പം ഇതിനെ ഇങ്ങനെ കൊല്ലണം. ദേവി മഹാകാളിയായി എല്ലാത്തിനെയും കുടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആ ബ്ലഡ് കുടിക്കുന്ന കാണുന്ന വെച്ചാൽ ആ അനുരക്തിയെ, അത് എന്താണ് ക്രിയേഷന് ഉണ്ടായിരുന്ന എല്ലാം ഡിസൊല്യൂട്ട് ചെയ്യണം, ഉള്ളിലോട്ടാക്കുന്നത്. അതാണ് ബ്ലാക്ക് ഹോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതെല്ലാം കഴിയുമ്പം അടുത്തതിൽ വരുന്ന ശുംഭ നിശുംഭ മാത്രമേ ഉള്ളൂ. നിശുംഭത്തിനെ ദേവി കൊല്ലുമ്പോൾ ശുംഭം മാത്രമേ ഉള്ളൂ, അഹങ്കാരം മാത്രമേ ഉള്ളൂ. മമത്വത്തിനെ ദേവി കൊന്നുകളയും. അപ്പം അഹങ്കാരം എന്ത് ചെയ്യുന്നറിയാമോ, അവസാനത്തെ ഒരു കാര്യം ചെയ്യുകയാണ്. നീ ഇത്രയും ആൾക്കാരുടെ കൂടെയാണല്ലോ വന്നേക്കുന്നത്, 7 സപ്തമാതൃക്കളും മഹാകാളി, ഞാൻ ഒറ്റയ്ക്കാണ്. ഹൗ ക്യാൻ യു ഗോ ആൻഡ് അറ്റാക്ക് മീ? ഹീസ് ഫൈൻഡിങ് എക്സ്ക്യൂസസ് ടു ദ സ്പിരിച്വൽ തിങ്. അവൻ ദേവി ചിരിക്കും. ശരി, നീ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്, അതായത് കുറേ പേരുണ്ട്, നീ ഒറ്റയ്ക്കാണെന്നല്ലേ ഇപ്പോൾ വിചാരിക്കും. ശരി, ഒരു കാര്യം ചെയ്യാം. ദേവി എല്ലാത്തിനെയും ഉള്ളോട്ടുണ്ട്. ദേവിയുടെ എക്സ്പാൻഷൻസ് മാത്രമായിരുന്നു. ഇത് 2 പേരുമായി. പക്ഷേ ആ നിശുംഭത്തിനെ കൊല്ലുമ്പോൾ നിശുംഭം പുറകിയിരിപ്പുണ്ട്. ആരാ കൊന്നാലും പോകത്തില്ല, മമത്വത്വം, ആ ഈഗോ. പിന്നെ ദേവി തൃശൂലം കൊണ്ട് ഇവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഫോട്ടോ കാണാം. അതായത് ആ തൃശൂലം 3 അവരുടെ
കോലിന്. അപ്പോൾ അത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ എന്താ ആ മൂന്നവസ്ഥയും, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയും എന്ത് വേണം നമുക്ക് സങ്കല്പിച്ച് അതിനെയാണ് ആ അവസ്ഥയെ, ആ കൊല്ല് ആ സാധകനാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ മഹാകാളിയുടെ മഹാസരസ്വതിയുടെ ചരിത്രം. പിന്നെയും ദേവിയെ സ്തുതിക്കുകയും ചെയ്യുന്ന ദേവന്മാർ പറയും, ഭയങ്കര ഹാപ്പി ആവും. എന്നിട്ട് പറയും ഐ വിൽ കം. പിന്നെ അതിൽ കുറച്ച് ഫലശ്രുതി പറയുന്നുണ്ട്. ഞാൻ ദുർഗയായിട്ടും, വിശപ്പ് വരുമ്പോൾ ശാകംബരിയായിട്ടും, സതാക്ഷിയായിട്ടും ഒക്കെ, ഭ്രമരാംബ ആയിട്ടും എല്ലാം വരും. ഇതെല്ലാം കഥ പറയണം. നമ്മൾ അവസാനം നമ്മൾ തുടങ്ങിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, രണ്ടുപേര്, സുമേധ, മേധ ആൻഡ് സുരഥ്. ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പറയും യു ഗോ ആൻഡ് ഡു യുവർ സാധന. ഇവർ ആ രണ്ടുപേരും സാധന ചെയ്യും. അവർ രണ്ടുപേരും ദേവിയെ ആരാധിച്ച് ആ ദേവിയെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവിയെ കണ്ടു കഴിയുമ്പം രണ്ടുപേര് രണ്ട് കാര്യങ്ങളാണ് ദേവിയുടെ ചോദിക്കുന്നത്. സുരഥൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ദേവി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ധാർമ്മികമായിട്ട് എനിക്ക് ജീവിക്കണം. അപ്പം ആ രാജ്യത്തിൽ ഇങ്ങനെ ധർമ്മമായിട്ടും ഐ വാണ്ട് ടു ലിവ് എ ഗുഡ് ലൈഫ്. അപ്പോൾ ദേവി ബ്ലസ് ചെയ്യും. ഡോണ്ട് വറി, യു വിൽ ബി ബ്ലെസ്ഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യവും തിരിച്ചു കിട്ടും. നിങ്ങളുടെ എനിമി നിങ്ങളെ നഷ്ടപ്പിച്ചതോ അവർ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. പിന്നെ അടുത്ത മന്വന്തരം, അടുത്ത കൽപ്പത്തിൽ യു വിൽ ബിക്കം ഒരു മനുവിൻ്റെ ജനനത്തിൻ്റെ കാരണവും നീ ആയിരിക്കും സുരഥ എന്ന് പറയും. അപ്പം നമ്മൾ അറിയാം മാർക്കണ്ഡേയ മഹർഷി എന്തുകൊണ്ടാണ് ഐ വിൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് മനു അന്ന് പറഞ്ഞാൽ തുടങ്ങിയ അർത്ഥമേ ഇതായിരുന്നു. സമാധി എന്ത് ചെയ്തു? ദേവിയെ കണ്ട ശേഷം ഒരു കാര്യമേ പറയത്തുള്ളൂ, എനിക്ക് ഒന്നും വേണ്ട, അമ്മ മാത്രം മതി. അപ്പോൾ ദേവി അവനെ ഉള്ളിലോട്ടാക്കും, അവനെ മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സുരഥ, രഥമായ ഈ ശരീരം, അതായത് അതിന് ധാർമ്മികമായ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മേധാശക്തിയായൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് സമാധി കിട്ടും. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഇപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലത് നമുക്ക് എന്താ പറയുക വലിയ വലിയ ടോപ്പിക്സാണ്. പക്ഷേ ഞാനൊരു ഇതും കൂടെ പറഞ്ഞ് ഈ മഹാത്മ്യം നിർത്താം. അതായത് ഞാനൊരു സ്വാമി പറഞ്ഞ കേട്ടാ, അതായത് ഇപ്പം നമ്മളിപ്പം ചായയുടെ സമയമാണല്ലോ, നമ്മൾ ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ബാലരാമപുരം പോവാണ്. ആ കടയിൽ ജംഗ്ഷനിൽ പോയി ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ മനോഹരമായൊരമ്മ ചീനച്ചട്ടി എടുക്കുകയാണ്. ചൂട് എണ്ണ ഒഴിക്കുകയാണ്, തിളപ്പിക്കുകയാണ്. എന്നിട്ട് മെതുവട ഉണ്ടാക്കുക. നല്ല സാധനങ്ങളൊക്കെ വെച്ച് ഓരോന്നോരോന്ന് ആ ചൂട് എണ്ണയിൽ അത് പൊരിക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കുമ്പോൾ നമ്മൾ കാണാം ചില സമയത്ത് രണ്ട് സൈഡും പൊരിച്ചിട്ട് ചിലത് എടുത്തു കഴിഞ്ഞ് നമ്മൾ നോക്കും, ചില സമയത്ത് ആ വട വേവാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേവാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പം പിന്നെ അതിനകത്ത് ഇടും, പിന്നെ ആ ചൂട് എണ്ണയിലിട്ടിട്ട് പിന്നെ അതിനെ പൊരിക്കും. ആക്ച്വലി ആ സംസാരമാണ് ഈ കാണുന്ന ബാലരാമപുരം. സമയത്തിൻ്റെ ചിനിച്ചട്ടിയിൽ എക്സ്പീരിയൻസിൻ്റെ എണ്ണയിലാണ് ഉഴുന്നുവടയായ നമ്മളെ ദേവി വറക്കുന്നത്. നമുക്ക് ഇത്രയും ദുഃഖങ്ങളും നല്ലതും വരുന്നത് നമ്മൾ പാകപ്പെടാൻ വേണ്ടിയാണ്. അതിന് ദേവിയായിട്ടോ നമ്മുടെ ഗുരുവായിട്ടോ എന്ത് വേണമെങ്കിലും കാണാം. നമുക്കിത് വരുന്നത് ഈ എക്സ്പീരിയൻസ് നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉഴുന്നുവടയാവാം. അപ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ഓർത്തില്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ഉഴുന്നുവട കാണുമ്പോഴേ നമുക്ക് ദേവിയെ ഓർക്കാം. വേറൊന്നും ഓർക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന് ഒരു സ്വാമി ഇങ്ങനെ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ പാർവതി പഞ്ചാംഗത്തിൽ കുറേ ശ്ലോകങ്ങളിൽ പറയുന്നതും ദേവിയുടെ ഗുണങ്ങളാണ്. അപ്പോൾ ആ ഗുണങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പം അതുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തിൽ ആ ദേവിയുടെ എസൻസ് നമ്മൾ പറയും. എല്ലാം ദേവിക്ക് സമർപ്പിക്കുക.